നമസ്കാരം. ഇന്നു മുതൽ ഇന്ത്യൻ ഭരണഘടന എന്ന സിലബസ് ഭാഗമാണ് നമ്മൾ പഠിക്കാനായിട്ട് തുടങ്ങുന്നത്. ഇന്ത്യൻ ഭരണഘടന എന്നുള്ള സിലബസ് ഭാഗം 10th ലെവൽ പരീക്ഷയായാലും +2 ലെവൽ പരീക്ഷയായാലും ഡിഗ്രി ലെവൽ പരീക്ഷയായാലും കോമൺ ആണ്. അതുകൊണ്ട് ഈ ക്ലാസ് ഏത് തലത്തിൽ പരീക്ഷ എഴുതുന്ന ആൾക്കാർക്കും ഗുണകരമാണ്. അതുപോലെ ആസ്ഥ അക്കാഡമിയുടെ ഓൺലൈൻ കോഴ്സുകളിൽ പങ്കെടുക്കുന്നതിനും ഞങ്ങളുടെ മറ്റ് സേവനങ്ങൾക്കുമായി ആസ്ഥ അക്കാഡമി കേരള എന്ന ഞങ്ങളുടെ ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. പിന്നെ ഇവിടെ നടക്കുന്ന ക്ലാസ്, ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ക്ലാസ്, ആ ക്ലാസ്സിൻ്റെ നോട്ട്സ് എല്ലാം സമാഹരിച്ച് വച്ചിരിക്കുന്ന ഒരു പുസ്തകമാണ്. ഞാൻ തന്നെ എഴുതിയ പുസ്തകമാണ്. അപ്പോൾ ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നു, ഞാൻ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അതേപോലെ രേഖപ്പെടുത്തി വച്ചിരിക്കുന്ന ഒരു പുസ്തകമാണ്. വളരെ കുറച്ച് പ്രൈസേ ഉള്ളൂ, 120 രൂപ മാത്രമാണ് പുസ്തകത്തിനുള്ളത്. പെട്ടെന്ന് പഠിച്ചു തീർക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു പുസ്തകമാണ്. 152 പേജ്, A5 സൈസ്. അപ്പോൾ ഈ പുസ്തകം കൂടി ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. ആ പുസ്തകം വാങ്ങണം എന്ന് താല്പര്യമുള്ളവർ ഈ പറഞ്ഞ നമ്പറിലോട്ട് വിളിക്കുകയോ വാട്സപ്പ് ചെയ്യുകയോ ചെയ്യുക. പേയ്മെൻറ്റ് ആസ്ഥ അക്കാഡമിയുടെ ഒരു UPI ID ഉണ്ട്, അതുവഴി വേണം നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യാൻ. QR കോഡ് വഴിയോ ഫോൺ നമ്പർ മുഖേനയോ പേയ്മെൻറ്റ് ചെയ്യരുത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിനകത്തോട്ട് വരാം. ഞാൻ അജിത് സുമേരു. ഏവർക്കും ആസ്ഥ അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ശരി, അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ രൂപീകരണം അല്ലെങ്കിൽ ഭരണഘടനയുടെ രൂപീകരണം എന്നുള്ള ഒരു ടോപ്പിക്കാണ് പഠിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. എല്ലാ PSC പരീക്ഷകൾക്കും ഈ ഭാഗത്തുനിന്ന് ചോദ്യങ്ങളുള്ളതാണ്. അതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ ഈ ഭാഗം പഠിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ശ്രമിക്കാം. അപ്പോൾ അതിലോട്ട് വരുമ്പോൾ ആമുഖമായിട്ട് ചില കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. നിങ്ങൾക്കറിയാം, നിങ്ങൾ ആധുനിക ഇന്ത്യ ചരിത്രം പഠിക്കുന്നുണ്ട്. അവിടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രൂപീകരണവും ആ സമയത്തുള്ള ബ്രിട്ടീഷ് രാജ്യമൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, അല്ലേ? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ദേശീയ പ്രസ്ഥാനങ്ങൾ ബ്രിട്ടീഷുകാരോട് ആ സമയത്ത് ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നത് എന്താണ്? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം വേണം എന്നുള്ളതാണ്. അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടുള്ള ഒരു അഭിപ്രായം ആ സമയത്ത് മുന്നോട്ട് വെച്ച ഒരു ഇന്ത്യക്കാരനുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരാണ് MN റോയ്. MN റോയ് ഇന്ത്യയിലെ ആദ്യകാല കമ്മ്യൂണിസ്റ്റുകളിൽ ഒരാളാണ് MN റോയ്. അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ദേശീയ പ്രസ്ഥാനങ്ങൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടിരുന്ന സമയത്ത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യത്തിനേക്കാൾ പ്രധാനം ഒരു ഭരണഘടനാ നിർമ്മാണ സമിതിയാണ്, ഒരു ഭരണഘടനയാണ് എന്നുള്ള ആവശ്യം ആദ്യമായിട്ട് ഇന്ത്യയിൽ ഉന്നയിച്ച ഇന്ത്യക്കാരൻ ആരെന്ന് ചോദിച്ചാൽ MN റോയിയാണ്. 1934 1934. അവിടെ ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കിക്കോണം, പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. നിങ്ങൾ ജനകീയ ആസൂത്രണം എന്നൊരു വാക്ക് കേട്ടിട്ടുണ്ട്, അല്ലേ? അല്ലെങ്കിൽ പീപ്പിൾസ് പ്ലാൻ അഥവാ ജനകീയ ആസൂത്രണം. ഈ വാക്കിൻ്റെ ഉപജ്ഞാതാവ് ആരെന്ന് ചോദിച്ചാലും ആരാണ്? MN റോയിയാണ്. ഈ MN റോയിയാണ് 1934 ഇന്ത്യക്ക് അത്യാവശ്യം വേണ്ടത് ഒരു ഭരണഘടനയാണ് എന്ന കാര്യം ആദ്യമായിട്ട് ഇന്ത്യയിൽ പറഞ്ഞത്, അല്ലെ? ഇന്ത്യക്കാരൻ. അപ്പോൾ അത് ഓർത്ത് വയ്ക്കണം. അതിനുശേഷമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യക്ക് ഒരു ഭരണഘടനാ നിർമ്മാണ സമിതി വേണം എന്നുള്ള ആവശ്യം ബ്രിട്ടീഷുകാരോട് ഉന്നയിക്കുന്നത്. എപ്പോഴാണ്? 1935. അതായത് MN റോയ് പറഞ്ഞതിന് ശേഷം. അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യക്കൊരു ഭരണഘടനാ നിർമ്മാണ സമിതി വേണമെന്നുള്ള ആവശ്യം ഉന്നയിക്കുന്നത്, ഔദ്യോഗികമായിട്ട് ഉന്നയിക്കുന്നത് 1935. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഈ ആവശ്യം ബ്രിട്ടീഷ് ഗവൺമെൻറ് തത്വത്തിൽ അംഗീകരിക്കുന്നത് 1940 1940 അന്നത്തെ ഇന്ത്യയിലെ വൈസ്രോയി ആയിരുന്ന ലിൻലിത്ഗോ പ്രഭു ഒരു പ്രഖ്യാപനം നടത്തി. ആ പ്രഖ്യാപനമാണ് ഓഗസ്റ്റ് ഓഫർ പ്രഖ്യാപനം. ഓഗസ്റ്റ് ഓഫർ പ്രഖ്യാപനം ഏത് കൊല്ലമാണ്? 1940. എന്താണ് ആ പ്രഖ്യാപനത്തിന് പിന്നിലുള്ള ശരിക്കുള്ള കാര്യം? 1940 എന്ന് പറയുന്നത് രണ്ടാം ലോക മഹായുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. രണ്ടാം ലോക മഹായുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇന്ത്യക്കാരും അല്ലെങ്കിൽ ഇന്ത്യയിലെ ദേശീയ പ്രസ്ഥാനങ്ങളൊന്നും ബ്രിട്ടനെ അനുകൂലിച്ചിട്ടല്ല നിന്നത്.
അപ്പോൾ ഇന്ത്യക്കാരെ ബ്രിട്ടന് അനുകൂലമായിട്ട് ചിന്തിക്കാനും പ്രവർത്തിക്കാനും പ്രേരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അന്നത്തെ വൈസ്രോയി ആയിരുന്ന ലിൻലിത്ഗോ പ്രഭു കുറേ വാഗ്ദാനങ്ങൾ മുന്നോട്ട് വെച്ചു. അതാണ് ഏത് ഓഗസ്റ്റ് ഓഫർ പ്രഖ്യാപനം. ആ ഓഗസ്റ്റ് ഓഫർ പ്രഖ്യാപനത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആവശ്യമായിട്ടുള്ള ഭരണഘടനാ നിർമ്മാണ സമിതി അല്ലെ, ആ ആവശ്യവും ആരംഗീകരിച്ചു? ബ്രിട്ടീഷ് ഗവൺമെൻറ് അംഗീകരിച്ചു. എന്നിട്ടും ഭരണഘടനാ നിർമ്മാണ സമിതി രൂപം കൊണ്ടില്ല. ഭരണഘടനാ നിർമ്മാണ സമിതി പിന്നെയും കുറച്ചു കാലം കഴിഞ്ഞിട്ടാണ് രൂപം കൊണ്ടത്. 1946 ഭരണഘടനാ നിർമ്മാണ സമിതി രൂപം കൊള്ളുന്നത്. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതി രൂപം കൊള്ളുന്നതിന് കാരണമായത് ഓഗസ്റ്റ് ഓഫർ പ്രഖ്യാപനമല്ല, ക്യാബിനറ്റ് മിഷനാണ്. എന്താണ്? ക്യാബിനറ്റ് മിഷൻ അല്ലേ. അപ്പോൾ 1940 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആവശ്യം ബ്രിട്ടീഷ് ഗവൺമെൻറ് അംഗീകരിച്ചു, അത് ശരിയാണ്. പക്ഷേ ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സമിതി രൂപം കൊള്ളുന്നതിന് കാരണമായത് വേറൊരു സംഭവമാണ്. എന്താണ്? ക്യാബിനറ്റ് മിഷൻ. എന്താണ് ക്യാബിനറ്റ് മിഷൻ? 1945 രണ്ടാം ലോക മഹായുദ്ധം തീരും. അതിനുശേഷം ബ്രിട്ടനിൽ തെരഞ്ഞെടുപ്പ് നടക്കും. അപ്പോൾ അതുവരെ പ്രധാനമന്ത്രിയായിരുന്ന വിൻസ്റ്റൺ ചർച്ചിലും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും തെരഞ്ഞെടുപ്പിൽ തോക്കും. പുതിയ ഒരു പാർട്ടിയും പുതിയ ഒരു പ്രധാനമന്ത്രിയും എവിടെ വരും? ബ്രിട്ടനിൽ അധികാരത്തിൽ വരും. ആ പ്രധാനമന്ത്രിയുടെ പേര് നിങ്ങൾക്കറിയാം, ക്ലെമന്റ് ആറ്റ്ലി അല്ലേ. ആ പാർട്ടി, അദ്ദേഹത്തിൻ്റെ പാർട്ടി നിങ്ങൾക്കറിയാം, ലേബർ പാർട്ടി. ലേബർ പാർട്ടി ബ്രിട്ടനിൽ അധികാരത്തിലിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ക്ലെമന്റ് ആറ്റ്ലി പ്രധാനമന്ത്രി ആയിരിക്കുന്ന സമയത്താണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത് അല്ലേ. അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്, കൊച്ചിലെ നമുക്ക് മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെ ക്ലെമന്റ് ആറ്റ്ലി ബ്രിട്ടനിലെ പ്രധാനമന്ത്രിയായ സമയത്ത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യം കൈമാറ്റം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിൽ 3 ക്യാബിനറ്റ് റാങ്കുള്ള മന്ത്രിമാരെ ഇന്ത്യയിലോട്ട് അയച്ചു. അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിലെ 3 ക്യാബിനറ്റ് റാങ്കുള്ള മന്ത്രിമാരെ ഇന്ത്യയിലോട്ട് അയച്ചു. ആ സംഘത്തിനെയാണ് ഇന്ത്യ ചരിത്രത്തിൽ എങ്ങനെ വിളിക്കുന്നത്? ക്യാബിനറ്റ് മിഷൻ എന്ന് വിളിക്കുന്നത്. അവർ ഇന്ത്യയിൽ വന്നത് എന്നാണ്? 1946 മാർച്ച് 24. 1946 മാർച്ച് 24 ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിൽ എത്തുന്നത്. ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിൽ വരുമ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി ആര് എന്ന് ചോദിച്ചാൽ അത് വേവൽ പ്രഭുവാണ്. ആരാണ്? വേവൽ പ്രഭു അല്ലേ. ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ വൈസ്രോയി ആരെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയാം, അത് മൗണ്ട് ബാറ്റൺ പ്രഭുവാണ്. മൗണ്ട് ബാറ്റൺ പ്രഭുവിന് തൊട്ട് മുമ്പിലിരുന്ന വൈസ്രോയി ആണ് ആര്? വേവൽ പ്രഭു. ആ വേവൽ പ്രഭു വൈസ്രോയി ആയിരിക്കുമ്പോഴാണ് 1946 മാർച്ച് 24 ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിൽ എത്തുന്നത്. ആ ക്യാബിനറ്റ് മിഷനിൽ എത്ര അംഗങ്ങളുണ്ടായിരുന്നു? 3 പേരുണ്ടായിരുന്നു അല്ലേ. ബ്രിട്ടനിലെ 3 ക്യാബിനറ്റ് റാങ്കുള്ള മന്ത്രിമാരാണ്. അതിൻ്റെ തലവൻ ആരായിരുന്നു എന്നുള്ള ചോദ്യം പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കണം. പെത്തിക് ലോറൻസ് അല്ലെ. ക്യാബിനറ്റ് മിഷന്റെ തലവൻ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ പെത്തിക് ലോറൻസ് ആണ്. പെത്തിക് ലോറൻസിനെ കൂടാതെ ക്യാബിനറ്റ് മിഷനിലുണ്ടായിരുന്ന മറ്റു 2 അംഗങ്ങൾ ആരൊക്കെയെന്ന് ചോദിച്ചാൽ സ്റ്റാഫോർഡ് ക്രിപ്സും AB അലക്സാണ്ടറുമാണ്. അപ്പോൾ ക്യാബിനറ്റ് മിഷനെ ഇങ്ങോട്ട് അയച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആര്? ക്ലെമന്റ് ആറ്റ്ലി അല്ലെ. അപ്പോൾ ഈ ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരമാണ് സ്വാതന്ത്ര്യ കൈമാറ്റം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തപ്പോൾ അവർ മുമ്പോട്ട് വെച്ച നിർദ്ദേശമാണ് നിങ്ങൾ എത്രയും പെട്ടെന്ന് ഒരു ഭരണഘടനാ നിർമ്മാണ സമിതി ഉണ്ടാക്കുക. അപ്പോൾ അങ്ങനെ അവരുടെ നിർദ്ദേശപ്രകാരമാണ് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതി എന്ത് ചെയ്യുന്നത്? രൂപം കൊള്ളുന്നത്. ഇനി ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതി രൂപം കൊള്ളുമ്പോൾ അതിനകത്ത് അംഗങ്ങൾ വേണം അല്ലേ. ആ അംഗങ്ങളെ തിരഞ്ഞെടുക്കേണ്ടതായിട്ടുണ്ട് അല്ലെ. ആ തിരഞ്ഞെടുപ്പ് നടന്നത് എപ്പോഴാണ് എന്നൊരു ചോദ്യം കൂടിയുണ്ട്. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിയിലേക്കുള്ള അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പ് നടന്നത് എപ്പോഴാണ് എന്ന് ചോദിച്ചാൽ 1946 ഓഗസ്റ്റിലാണ്. 1946 ഓഗസ്റ്റിലാണ്. അവിടെ ചില കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ആ ഭാഗത്ത് പ്രസ്താവന രീതിയിലുള്ള ചോദ്യം നിങ്ങൾ പ്രതീക്ഷിച്ചോണം. പരീക്ഷയ്ക്ക് ചോദ്യം വരുന്ന ഒരു ഏരിയയാണ്. അതായത് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ഭരിക്കുന്ന സമയത്ത് ആ ഭരണ സംവിധാനം 2 തരത്തിലുള്ളതായിരുന്നു. ഒന്ന്, ബ്രിട്ടീഷുകാർ നേരിട്ട് ഭരിക്കുന്ന പ്രദേശങ്ങൾ. അതിനെ നമ്മൾ പറയും ബ്രിട്ടീഷ് പ്രവിശ്യകൾ അല്ലെങ്കിൽ ബ്രിട്ടീഷ് പ്രൊവിൻസ് എന്ന് പറയും. ഇപ്പോൾ മദ്രാസ് ബ്രിട്ടീഷുകാർ നേരിട്ട് ഭരിച്ച സ്ഥലമാണ്. ബോംബെ ബ്രിട്ടീഷുകാർ നേരിട്ട് ഭരിച്ച സ്ഥലമാണ്. അപ്പോൾ നമ്മൾ ഇന്ന് സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് പോലെ ബ്രിട്ടീഷുകാർ നേരിട്ട് ഭരിച്ച പ്രവിശ്യകളുണ്ട്.
മറ്റു ചില സ്ഥലങ്ങളിൽ ഭരണം നടത്തിയിരുന്നത് ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിച്ചുകൊണ്ട് നാട്ടുരാജാക്കന്മാരായിരുന്നു. അങ്ങനെ ഇന്ത്യയിൽ ബ്രിട്ടീഷ് പ്രൊവിൻസ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ നാട്ടുരാജ്യങ്ങളും ഉണ്ടായിരുന്നു. ഇതിൽ ബ്രിട്ടീഷ് പ്രവിശ്യകളിലാണ് എന്ത് നടന്നത്? അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തെരഞ്ഞെടുപ്പ് നടന്നത്. ബ്രിട്ടീഷ് പ്രവിശ്യകളിലാണ് എന്ത് നടന്നത്? തെരഞ്ഞെടുപ്പ് നടന്നത്. ആ തെരഞ്ഞെടുപ്പാണ് 1946 ഓഗസ്റ്റിൽ ആരംഭിക്കുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ നാട്ടുരാജ്യങ്ങളിൽ നിന്നും ഭരണഘടനാ നിർമ്മാണ സമിതിയിലോട്ട് അംഗങ്ങളുണ്ട്. പക്ഷെ അവരെ തെരഞ്ഞെടുത്തതല്ല, അവരെ എന്ത് ചെയ്തതാണ്? നാമനിർദ്ദേശം ചെയ്തതാണ്, നോമിനേറ്റ് ചെയ്തതാണ്, അല്ലെ? അപ്പൊ അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ടു വന്ന അംഗങ്ങളുണ്ട്, അതുപോലെ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട അംഗങ്ങളുമുണ്ട്. അതായത് നോമിനേറ്റഡ് മെമ്പേഴ്സ് ഉണ്ട്, അതുപോലെ എലക്റ്റഡ് മെമ്പേഴ്സും ഉണ്ട്. ഇനി അവിടെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, തെരഞ്ഞെടുപ്പ് നടന്നു എന്ന് പറഞ്ഞല്ലോ. ആ തെരഞ്ഞെടുപ്പ് എങ്ങനെയുള്ള തെരഞ്ഞെടുപ്പായിരുന്നു? നമ്മൾ ഇന്ന് കാണുന്നത് പോലെ പ്രായപൂർത്തി, വോട്ടവകാശത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള പ്രത്യക്ഷമായിട്ടുള്ള തെരഞ്ഞെടുപ്പിലൂടെയാണോ ഭരണഘടനാ നിർമ്മാണ സമിതിയിലോട്ട് ബ്രിട്ടീഷ് പ്രവിശ്യകളിൽ നിന്ന് അംഗങ്ങളെ തെരഞ്ഞെടുത്തത്? ഒരിക്കലും അല്ല. അവിടെ നടന്ന തെരഞ്ഞെടുപ്പ് എങ്ങനെയാണ്? നമ്മൾ ഇന്ന് രാജ്യസഭയിലോട്ട് അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് പോലെയാണ്. രാജ്യസഭയിൽ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് നമ്മൾ അറിയാറ് പോലുമില്ല, അല്ലേ? അത് നേരിട്ടുള്ള പ്രത്യക്ഷത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പല്ല. അതായത് നമ്മുടെ നിയമസഭയിൽ ഉള്ള അംഗങ്ങൾ അവരുടെ എണ്ണത്തിനനുസരിച്ച്, ആനുപാതിക പ്രാതിനിധ്യം അനുസരിച്ച്, സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ടിംഗ് പ്രകാരമാണ് എവിടോട്ട്? രാജ്യസഭയിലോട്ട് അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. ആ രീതിയിൽ പരോക്ഷമായിട്ടുള്ള തെരഞ്ഞെടുപ്പാണ് ഏതിലോട്ട് നടന്നത്? ഈ പറഞ്ഞ ഭരണഘടനാ നിർമ്മാണ സമിതിയിലേക്ക് നടന്നത്. എവിടെ? ബ്രിട്ടീഷ് പ്രവിശ്യകളിൽ നിയമനിർമ്മാണ സഭകളുണ്ട്. ആ നിയമനിർമ്മാണ സഭകളിൽ ഈ പറഞ്ഞ ആനുപാതിക പ്രാതിനിധ്യ പ്രകാരം, സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ടിംഗ് പ്രകാരമാണ് ഈ പറഞ്ഞ ഭരണഘടനാ നിർമ്മാണ സമിതിയിലോട്ട് അംഗങ്ങളെ തെരഞ്ഞെടുത്തത്. ആ ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെ പ്രത്യക്ഷമായിട്ടുള്ള തെരഞ്ഞെടുപ്പല്ല നടന്നത്, അവിടെ പ്രായപൂർത്തി വോട്ടവകാശത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള തെരഞ്ഞെടുപ്പല്ല നടന്നത്, ആനുപാതിക പ്രാതിനിധ്യ പ്രകാരമുള്ള സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ടിംഗ് പ്രകാരമുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് അവിടെ നടന്നത്. അതായത് നമ്മൾ ഇന്ന് രാജ്യസഭയിലോട്ട് അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്ന രീതി. ഇനി അവിടെ ആനുപാതിക പ്രാതിനിധ്യം എന്നൊരു വാക്ക് ഞാൻ പറഞ്ഞു. ആനുപാതിക പ്രാതിനിധ്യം എന്ന് പറയുമ്പോൾ 10 ലക്ഷം പേർക്ക് ഒരാൾ എന്നുള്ള കണക്കിലാണ് ഭരണഘടനാ നിർമ്മാണ സമിതിയിലോട്ട് അംഗങ്ങളെ തിരഞ്ഞെടുത്തത്. 10 ലക്ഷം പേർക്ക് ഒരാൾ എന്നുള്ള കണക്കിലാണ് ഭരണഘടനാ നിർമ്മാണ സമിതിയിലോട്ട് അംഗങ്ങളെ തിരഞ്ഞെടുത്തത്. അങ്ങനെ തിരഞ്ഞെടുക്കുമ്പോൾ 3 ഈ പറഞ്ഞ വിഭാഗങ്ങളായിട്ട് തരംതിരിച്ചാണ് അന്ന് തിരഞ്ഞെടുപ്പ് നടത്തിയത്. അതായത് ജനറൽ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്, സിഖ് എന്ന് പറയുന്ന ഒരു സംവരണ വിഭാഗം, അതുപോലെ മുസ്ലിം സംവരണ വിഭാഗം, അല്ലെ? ജനറൽ എന്ന് പറയുന്നത് പൊതുവായിട്ടുള്ള ഒരു വിഭാഗം, പിന്നെ അത് കഴിഞ്ഞിട്ട് സിഖുകാർക്കും മുസ്ലിമിനും പ്രത്യേകം ഈ പറഞ്ഞ സംവരണ ഈ പറഞ്ഞ വിഭാഗമായിട്ട് പരിഗണിച്ചാണ് അന്ന് ഈ പറഞ്ഞ ഭരണഘടനാ നിർമ്മാണ സമിതിയിലോട്ട് തെരഞ്ഞെടുപ്പ് നടത്തിയത്. അപ്പോൾ അവിടെ അങ്ങനെ തെരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ അവിടെ പാർട്ടികളുണ്ടായിരുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആ പറഞ്ഞ തെരഞ്ഞെടുപ്പിനകത്ത് വരുന്ന ഈ പറഞ്ഞ രാഷ്ട്രീയ പാർട്ടിയാണ്. മുസ്ലിം ലീഗ് ഉണ്ടായിരുന്നു, അല്ലേ? അപ്പോൾ ആ തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളിൽ രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നുള്ള അംഗങ്ങളുണ്ടായിരുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രതിനിധികളുണ്ടായിരുന്നു, മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധികളുണ്ടായിരുന്നു. അതുപോലെ തന്നെ സ്വതന്ത്രരായിട്ടും ഈ പറഞ്ഞ 10-15 പേര് ജയിച്ച് ഭരണഘടനാ നിർമ്മാണ സമിതിയിലോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ മനസ്സിലാക്കേണ്ടത്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രതിനിധികളായിട്ട് എത്ര പേരാണ് ഭരണഘടനാ നിർമ്മാണ സമിതിയിലോട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് എന്ന് ചോദിച്ചാൽ 208 പേരാണ്. എത്ര പേരാണ്? 208 പേരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രതിനിധികളായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധികളായിട്ട് എത്ര പേരാണ് തിരഞ്ഞെടുക്കപ്പെട്ടതെന്ന് ചോദിച്ചാൽ 73 പേരാണ്. സ്വതന്ത്രർ എത്ര പേരുണ്ടായിരുന്നു? 15 പേരുണ്ടായിരുന്നു. സ്വതന്ത്രർ 15 പേര്. അപ്പോൾ ഇത് കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു നമ്പറുണ്ട്. ആ നമ്പറാണ് 296. 208, 73, 15. നിങ്ങൾ കൂട്ടി നോക്ക്. അപ്പോൾ ഈ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളാണ് ഇവർ. ആ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ എത്ര? 296.
അതായത് ബ്രിട്ടീഷ് പ്രവിശ്യകളിൽ നിന്ന് തെരഞ്ഞെടുപ്പിലൂടെ ഭരണഘടനാ നിർമ്മാണ സമിതിയിലോട്ടെത്തിയ അംഗങ്ങളുടെ എണ്ണം എത്ര എന്ന് ചോദിച്ചാൽ 296 അല്ലേ? അതേസമയം നാമനിർദ്ദേശം ചെയ്യപ്പെട്ട അംഗങ്ങളുടെ എണ്ണം, അതായത് എവിടെ നാട്ടുരാജ്യങ്ങളിൽ നിന്ന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട അംഗങ്ങളുടെ എണ്ണം എത്ര എന്ന് ചോദിച്ചാൽ 93. അപ്പോൾ ഇത് കൂട്ടി നോക്ക്, 296ഉം 93ഉം എത്രയെന്ന് കിട്ടും? 389. അതായത് ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ ആകെ അംഗങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് എത്രയായിരുന്നു? 389. ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ ആകെ അംഗങ്ങളുടെ എണ്ണം 389. അപ്പോൾ ഭരണഘടനാ നിർമ്മാണ സമിതിയിലോട്ടുള്ള തെരഞ്ഞെടുപ്പ് നടന്നു, നോമിനേഷൻ നടന്നു. ഇപ്പോൾ ഭരണഘടനാ നിർമ്മാണ സമിതി സെറ്റായി. ഇനി ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ രൂപീകരണമാണ്. ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിക്കുന്നത് എന്ന് ചോദിച്ചാൽ 1946 ഡിസംബർ 6 ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിക്കപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ 1946 ഡിസംബർ 6 എന്നാൽ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യ യോഗം നടന്നത് എന്നാണ്. ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യ യോഗം ഡൽഹിയിൽ വെച്ചാണ് നടക്കുന്നത്. ആ ഡൽഹിയിൽ വെച്ച് ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യ യോഗം അല്ലെങ്കിൽ ഉദ്ഘാടന സമ്മേളനം നടക്കുന്നത് എന്ന് ചോദിച്ചാൽ 1946 ഡിസംബർ 9 അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവോ? ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ രൂപീകരണം നടന്നത് ഡിസംബർ 6 ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യ യോഗം ഡിസംബർ 9 ഇതുപോലെ നേരത്തെ ഒരു കാര്യം പഠിച്ചു, ബ്രിട്ടീഷ് പ്രവിശ്യകളിൽ നിന്നുള്ള അംഗങ്ങളുടെ എണ്ണം 296 അല്ലെ? അതുപോലെ നാട്ടുരാജ്യങ്ങളിൽ നിന്ന് നോമിനേറ്റ് ചെയ്യപ്പെട്ടു വന്നവരുടെ എണ്ണം ഈ പറഞ്ഞ 93. അങ്ങനെ ടോട്ടൽ 389 അംഗങ്ങൾ അല്ലെ? ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ രൂപീകരണം ഡിസംബർ 6, ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യ യോഗം ഡിസംബർ 9. എവിടെ വെച്ചാണ് നടന്നത്? ഡൽഹിയിൽ വെച്ച് നടന്നത് ഡൽഹിയിൽ വെച്ചിട്ടാണ്. അങ്ങനെ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യ യോഗം നടക്കുന്നു. ആ യോഗത്തെ അന്ന് അഭിസംബോധന ചെയ്ത് സംസാരിച്ചത് ആര് എന്നുള്ളത് നല്ല ഒരു ചോദ്യമാണ്. ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ യോഗം നടക്കുകയാണ്. ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്നും അംഗങ്ങൾ ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. എത്തി എന്ന് പറയുമ്പോൾ ഒരുപാട് പേര് എത്തിയില്ല, 389 പേരാണ് വരാനുള്ളത്. മുസ്ലിം ലീഗിലെ അംഗങ്ങൾ വിട്ടുനിന്നു. ആകെ അവിടെ അന്ന് എത്തിയത് 207 പേരാണ്. ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യ യോഗത്തിൽ പങ്കെടുത്ത പ്രതിനിധികളുടെ എണ്ണം എത്ര എന്ന് ചോദിച്ചാൽ 207 പേരാണ്. അപ്പോൾ അങ്ങനെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായിട്ട് ഇവിടെ ഈ യോഗത്തിന് ഇപ്പോൾ ആൾക്കാരെത്തിയിട്ടുണ്ട്. അവരെ അഭിസംബോധന ചെയ്ത് അന്ന് സംസാരിച്ചത് ആരെന്ന് ചോദിച്ചാൽ JB കൃപലാനിയാണ്. ആരാണ്? JB കൃപലാനി. ആ സമയത്ത് ഇന്ത്യയിൽ വളരെയധികം ശ്രദ്ധിക്കപ്പെടുന്ന ഒരു വ്യക്തിത്വമായിരുന്നു JB കൃപലാനി. ആ സമയത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആയിരുന്നു JB കൃപലാനി. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആരായിരുന്നു എന്ന് ചോദിക്കുമ്പോഴും അതിൻ്റെ ഉത്തരം JB കൃപലാനിയാണ്. അപ്പോൾ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യ യോഗം 1946 ഡിസംബർ 9 ഡൽഹിയിൽ വെച്ച് നടക്കുമ്പോൾ ആ യോഗത്തെ ആദ്യമായി അഭിസംബോധന ചെയ്ത് സംസാരിച്ചത് JB കൃപലാനിയാണ്. ഇനി ആ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ യോഗം നടക്കുമ്പോൾ തീർച്ചയായിട്ടും അതിനൊരു അധ്യക്ഷൻ വേണം അല്ലേ? ആ യോഗം നടക്കുമ്പോൾ അതിനൊരു അധ്യക്ഷൻ വേണം. ഇപ്പോൾ ആദ്യമായിട്ടാണ് അംഗങ്ങൾ വന്നത്. അതുകൊണ്ട് തൽക്കാലത്തേക്ക് ആ കൂട്ടത്തിൽ തലമുതിർന്ന ഒരാളെ, നല്ല വിവരമുള്ള പണ്ഡിതനായിട്ടുള്ള ഒരാളെ തൽക്കാലത്തേക്ക് അധ്യക്ഷനായിട്ട് നിയമിച്ചു. അതായത് ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യ അധ്യക്ഷൻ എന്ന് പറയുന്നത് താൽക്കാലികമാണ്. ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ താൽക്കാലിക അധ്യക്ഷനായിട്ട് 1946 ഡിസംബർ 9 ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ഉദ്ഘാടന സമ്മേളനത്തിൽ നിയമിക്കപ്പെട്ടത് ആര് എന്ന് ചോദിച്ചാൽ ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയാണ്. ആരാണ്? ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ അല്ലെ? അപ്പോൾ JB കൃപലാനി ഭരണഘടനാ നിർമ്മാണ സഭയെ ആദ്യം അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് ആ പറഞ്ഞ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യ അധ്യക്ഷനായിട്ട് അല്ലെങ്കിൽ താൽക്കാലിക അധ്യക്ഷനായിട്ട് അന്ന് തെരഞ്ഞെടുക്കപ്പെട്ടത് ആര്? ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. ഇനി അത് കഴിഞ്ഞിട്ട് 1946 ഡിസംബർ 11 1946 ഡിസംബർ 11 ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ യോഗം നടന്നപ്പോൾ ആ യോഗത്തിൽ ഈ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ സ്ഥിരം അധ്യക്ഷനായിട്ട് ഒരാളെ നിയമിച്ചു
അല്ലെ? സ്ഥിരം അധ്യക്ഷനായിട്ട് ഒരാളെ നിയമിച്ചു. ഇനിയിപ്പോൾ ഭരണഘടന ഉണ്ടാക്കുന്ന ചടങ്ങിലോട്ട് കിടക്കുകയാണ്. അപ്പോൾ അതിന് കുറച്ച് കാലം വേണ്ടി വരും. അപ്പോൾ ഓരോ സമ്മേളനത്തിലും ഓരോ അധ്യക്ഷന്മാർ പറ്റോ? ഇല്ല. അതുകൊണ്ട് ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ സ്ഥിരം അധ്യക്ഷനായിട്ട് 1946 ഡിസംബർ 11 ഒരാളെ തിരഞ്ഞെടുത്തു. ആരെന്ന് ചോദിച്ചാൽ രാജേന്ദ്ര പ്രസാദ്. ഭരണഘടന എഴുതി പൂർത്തിയാക്കുന്നത് വരെ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ അധ്യക്ഷനായിരുന്നത് പിന്നീട് ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. അവിടെ ആ കാര്യം ശ്രദ്ധിച്ചോണം. ഇനി രാജേന്ദ്ര പ്രസാദിനെ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ അധ്യക്ഷനായി തെരഞ്ഞെടുത്ത അതേ യോഗത്തിൽ തന്നെ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ഉപാധ്യക്ഷനായിട്ടും ഒരാളെ തെരഞ്ഞെടുത്തു. ആരെ എന്ന് ചോദിച്ചാൽ HC മുഖർജി. ആരെയാണ് തെരഞ്ഞെടുത്തത്? HC മുഖർജി. അപ്പോൾ 1946 ഡിസംബർ 11 ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ സ്ഥിരം അധ്യക്ഷനായിട്ട് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ നിയമിക്കുന്നു. അതേ ദിവസം തന്നെ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ഉപാധ്യക്ഷനായിട്ട് ആരെ നിയമിക്കുന്നു? HC മുഖർജി എന്ന് പറയുന്ന ഒരാളെ കൂടി നിയമിക്കുന്നു. ഇനി അത് കഴിഞ്ഞിട്ട് ഈ ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ നമ്മൾ പറഞ്ഞല്ലോ 389 അംഗങ്ങൾ ആകെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഇവർക്ക് നേരത്തെ ഭരണഘടന ഉണ്ടാക്കി പരിചയമോ അല്ലെങ്കിൽ അത്ര വലിയ പ്രാഗൽഭ്യമോ ഈ മേഖലയിലില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഭരണഘടന നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അതിനെക്കുറിച്ച് അറിവുള്ള ഒരാളുടെ സഹായം ഈ ഭരണഘടനാ നിർമ്മാണ സമിതിക്ക് ആവശ്യമാണ്. അതുകൊണ്ട് ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ലീഗൽ അഡ്വൈസറായിട്ട് ഒരു നിയമ വിദഗ്ധനെ അന്ന് നിയമിച്ചു. അപ്പോൾ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ലീഗൽ അഡ്വൈസറായിട്ട് നിയമിക്കപ്പെട്ടത് ആര് എന്ന് ചോദിച്ചാൽ നല്ലൊരു ചോദ്യമായിരിക്കും. BN റാവു, അല്ലെ? അതും 1946 ഡിസംബർ 11 BN റാവുവിനെയും ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ലീഗൽ അഡ്വൈസറായിട്ട് നിയമിക്കുന്നത്, അല്ലെ? അപ്പോൾ 3 പേരുകളാണ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് സ്ഥിരം അധ്യക്ഷൻ, HC മുഖർജി സ്ഥിരം ഉപാധ്യക്ഷൻ, ഇനി അത് കഴിഞ്ഞിട്ട് BN റാവു ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ലീഗൽ അഡ്വൈസറായിട്ട് നിയമിക്കപ്പെട്ടു. പിന്നെ കുറച്ചു കാലം കൂടി കഴിയുമ്പോൾ വേറൊരു ഉപാധ്യക്ഷനെ കൂടി ഈ ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ എന്ത് ചെയ്യും? എടുക്കും. വേറൊരു ഉപാധ്യക്ഷനെ കൂടി ഈ പറഞ്ഞ് നിയമിക്കും. അതാരെ എന്ന് ചോദിച്ചാൽ VT കൃഷ്ണമാചാര്യാണ്. ആരാണ്? VT കൃഷ്ണമാചാരി. അപ്പോൾ ഒരു കാര്യം മനസ്സിലായിക്കോണം, ഭരണഘടനാ നിർമ്മാണ സമിതിക്ക് ഒരു അധ്യക്ഷൻ ഉണ്ടായിരുന്നു, 2 ഉപാധ്യക്ഷന്മാരുണ്ടായിരുന്നു. ആദ്യത്തെ ഉപാധ്യക്ഷനാണ് HC മുഖർജി. പിന്നീട് ഒരാളെ കൂടി ഉപാധ്യക്ഷനായിട്ട് നിയമിച്ചു. ആരെ എന്ന് ചോദിച്ചാൽ VT കൃഷ്ണമാചാരിയാണ്. അപ്പോൾ അത്രയും കാര്യങ്ങൾ അവിടെ ഓർത്ത് വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ഭാഗത്തോട്ട് വരാം. ഭരണഘടനാ നിർമ്മാണ സമിതി ഇനി ഭരണഘടനാ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകളിലും കാര്യങ്ങളിലോട്ടും കടക്കുകയാണ്. ആ സമയത്ത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന, അതായത് ഈ ഭരണഘടനാ നിർമ്മാണ സമിതി ഉണ്ടാക്കാൻ പോകുന്ന ഭരണഘടന, ആ ഭരണഘടനയുടെ ലക്ഷ്യം എന്തായിരിക്കണം? ആ ഭരണഘടനയുടെ ഉദ്ദേശം എന്തായിരിക്കണം? ആ ഭരണഘടന എന്തൊക്കെ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കണം പോലുള്ള ഈ പറഞ്ഞ കാര്യങ്ങൾ ആലോചിക്കേണ്ടതായിട്ടുണ്ട്, അല്ലേ? അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചുകൊണ്ട് ഒരാൾ രംഗത്ത് വന്നു, ജവഹർലാൽ നെഹ്റു. അതായത് ഉണ്ടാക്കാനായിട്ട് പോകുന്ന ഭരണഘടനയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്തായിരിക്കണം എന്ന് വ്യക്തമാക്കിക്കൊണ്ട് അദ്ദേഹം അന്നൊരു പ്രമേയം അവതരിപ്പിച്ചു. എന്നാണ് 1946 ഡിസംബർ 13. 1946 ഡിസംബർ 13 ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ ഉണ്ടാക്കാനായി പോകുന്ന ഭരണഘടനയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്തായിരിക്കണം എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ഒരു പ്രമേയം, ആ പ്രമേയത്തിന് പറയുന്നത് ലക്ഷ്യപ്രമേയം എന്നാണ്. എന്താണ് ലക്ഷ്യപ്രമേയം? ഭരണഘടനയുടെ ലക്ഷ്യം എന്തായിരിക്കണം, അല്ലെ? ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ അഥവാ ലക്ഷ്യപ്രമേയം. അങ്ങനെ ഒരു പ്രമേയം അവതരിപ്പിച്ചത് ആര് എന്ന് ചോദിക്കും. ആരാണ്? ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റു, അല്ലെ? അപ്പൊ അത് ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1946 ഡിസംബർ 13. ഒരുപാട് ചർച്ചകൾക്ക് ശേഷം ലക്ഷ്യപ്രമേയം ഭരണഘടനാ നിർമ്മാണ സമിതി എന്ത് ചെയ്യുന്നു? പാസ്സാക്കുന്നു. അതെപ്പോഴാണ്? അത് 1947 ജനുവരി 22. 1946 ഡിസംബർ 13, അടുത്ത മാസം 1947 ജനുവരി 22 ലക്ഷ്യപ്രമേയം എന്ത് ചെയ്യുന്നത്? പാസ്സാക്കുന്നത്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലക്ഷ്യപ്രമേയം എന്ന് അവതരിപ്പിക്കുന്നു, ആരവതരിപ്പിക്കുന്നു, എന്ന് പാസ്സാക്കുന്നു, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
ഇനി അവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, അന്ന് നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയം, ആ ലക്ഷ്യപ്രമേയത്തിലുള്ള ആശയങ്ങൾ, ആ ആശയങ്ങളുടെ ഒരു സംക്ഷിപ്ത രൂപമാണ് പിന്നീട് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ എഴുതി ചേർത്തിരിക്കുന്നത്. നമുക്കറിയാം, ഭരണഘടനാ ശില്പി എന്ന് പറയുന്നത് ഡോക്ടർ BR അംബേദ്കർ ആണ്, അല്ലേ? ഭരണഘടനാ ശില്പി ആരാണ്? ഡോക്ടർ BR അംബേദ്കർ ആണ്. പക്ഷെ ഭരണഘടനയുടെ ആമുഖത്തിൻ്റെ ശില്പി ആര് എന്ന് ചോദിച്ചാൽ അതാരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. അപ്പോൾ ജവഹർലാൽ നെഹ്റു പിന്നീട് എഴുതിയ ആമുഖം, ആ ആമുഖത്തിനകത്തുള്ള ആശയങ്ങൾ 1946 ഡിസംബർ 13 അദ്ദേഹം ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയത്തിനകത്തുള്ള ഏറ്റവും സംക്ഷിപ്തമായിട്ടുള്ള രൂപമാണ് എന്നുകൂടി ഒന്ന് മനസ്സിലാക്കി വയ്ക്കണം. അതായത് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിലുള്ളത് ലക്ഷ്യപ്രമേയത്തിലെ തത്വചിന്തകളായിരുന്നു എന്നൊന്ന് മനസ്സിലാക്കി വയ്ക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ഭാഗത്തോട്ട് വരാം. പിന്നീട് ഇപ്പം നമ്മൾ 1947 ജനുവരി 22 കാര്യമാണ് പറഞ്ഞത്. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യയും വിഭജിക്കും, അല്ലെങ്കിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടും. അതിൻ്റെ തലേ ദിവസം പാകിസ്ഥാൻ ഉണ്ടായി. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി, അല്ലേ? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു പദ്ധതി ഉണ്ടായിരുന്നു. ആ പറഞ്ഞ സ്വാതന്ത്ര്യം എങ്ങനെ നൽകണം, അതായത് ബ്രിട്ടീഷ് ഇന്ത്യയെ എങ്ങനെ വിഭജിക്കണം, അതുമായി ബന്ധപ്പെട്ട ഒരു പദ്ധതി ഉണ്ടായിരുന്നു. ആ പദ്ധതി പൊതുവിൽ അറിയപ്പെടുന്നത് മൗണ്ട് ബാറ്റൺ പ്ലാൻ എന്നാണ്. എങ്ങനെയാണ്? മൗണ്ട് ബാറ്റൺ പ്ലാൻ, ഇന്ത്യ വിഭജനവുമായി ബന്ധപ്പെട്ട പദ്ധതി ഏത് പേരിൽ അറിയപ്പെടും എന്ന് ചോദിച്ചാൽ മൗണ്ട് ബാറ്റൺ പദ്ധതി. വേറെ രീതിയിലും പറയാറുണ്ട്, ആ മൗണ്ട് ബാറ്റൺ പദ്ധതി അംഗീകരിക്കപ്പെട്ടത് ഒരു ജൂൺ 3 അതുകൊണ്ട് ജൂൺ 3 പ്ലാൻ എന്നും പറയും. അപ്പോൾ 1947 ഇന്ത്യ എന്ത് ചെയ്യുന്നു? ജൂൺ 3 പ്ലാൻ പ്രകാരം, ബ്രിട്ടീഷ് ഇന്ത്യ ജൂൺ 3 പ്ലാൻ പ്രകാരം, മൗണ്ട് ബാറ്റൺ പ്ലാൻ പ്രകാരം എന്ത് ചെയ്യപ്പെട്ടു? വിഭജിക്കപ്പെട്ടു, അല്ലെ? വിഭജിക്കപ്പെട്ടു. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ജോലി കൂടുകയാണ്. ഇപ്പോൾ ഭരണഘടനാ നിർമ്മാണ സമിതി ഭരണഘടന ഉണ്ടാക്കുന്ന ഒരു സ്ഥാപനം മാത്രമല്ല. ഇനി എന്താണ്? ഭരണഘടനാ നിർമ്മാണ സമിതി ഇന്ത്യയുടെ പാർലമെൻ്റായിട്ട് കൂടി പ്രവർത്തിക്കണം, അല്ലേ? ഇനിയിപ്പോൾ പെട്ടെന്ന് തെരഞ്ഞെടുപ്പ് നടക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഇനി കുറച്ച് കാലത്തേക്ക് ഇന്ത്യയുടെ പാർലമെൻ്റായിട്ട് കൂടി പ്രവർത്തിക്കണം, അതായത് ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭയായിട്ട് കൂടി പ്രവർത്തിക്കണം. അപ്പോൾ 1947 ഓഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഭരണഘടനാ നിർമ്മാണ സമിതിക്ക് 2 ജോലികളായി. ഒന്ന്, ഭരണഘടനാ നിർമ്മാണം, അതായത് ഭരണഘടനാ നിർമ്മാണ സമിതി എന്നുള്ള രീതിയിൽ പ്രവർത്തിക്കണം. അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ പാർലമെൻറ്റ് എന്നുള്ള രീതിയിൽ പ്രവർത്തിക്കണം, അല്ലേ? ഭരണഘടനാ നിർമ്മാണ സമിതി എന്നുള്ള രീതിയിൽ പ്രവർത്തിക്കുമ്പോൾ അതിൻ്റെ അധ്യക്ഷൻ ആരാണ്? അത് രാജേന്ദ്ര പ്രസാദ് തന്നെയാണ്. ഭരണഘടനാ നിർമ്മാണ സമിതി എന്നുള്ള രീതിയിൽ പ്രവർത്തിച്ചപ്പോൾ അതിൻ്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് രാജേന്ദ്ര പ്രസാദാണ്. അതേസമയം ഇന്ത്യൻ പാർലമെൻ്റായിട്ട് അല്ലെങ്കിൽ ഇന്ത്യൻ നിയമനിർമ്മാണ സഭയായിട്ട് അത് പ്രവർത്തിക്കുമ്പോൾ അതിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ അതിന് വേറെയാണ് ഉത്തരം, GV മാവുലങ്കർ. GV മാവുലങ്കർ, അല്ലേ? ഇന്ത്യയിലെ ആദ്യത്തെ ലോക്സഭാ സ്പീക്കർ ആര് എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, GV മാവുലങ്കർ. അപ്പോൾ അന്ന് ഈ പറഞ്ഞ സ്വാതന്ത്ര്യത്തിന് ശേഷം ഭരണഘടനാ നിർമ്മാണ സമിതിക്ക് ഒരു ഇരട്ട റോളാണ് വന്നത്. അപ്പോൾ അവിടെ ഭരണഘടനാ നിർമ്മാണ സമിതി എന്നുള്ള രീതിയിൽ അത് പ്രവർത്തിക്കുമ്പോൾ അതിൻ്റെ അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. അതേസമയം അതൊരു നിയമനിർമ്മാണ സഭയായിട്ട് പ്രവർത്തിച്ചപ്പോൾ അതിൻ്റെ അധ്യക്ഷ സ്ഥാനം അലങ്കരിച്ചിരുന്നത് ആരായിരുന്നു? GV മാവുലങ്കർ ആയിരുന്നു എന്നുകൂടി ഒന്ന് മനസ്സിലാക്കി വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ഭാഗത്തോട്ട് വരാം. വേറൊരു കാര്യം കൂടി അവിടെ പറയാനായിട്ടുണ്ട്. എന്താണ്? ഈ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ അംഗങ്ങളുടെ എണ്ണത്തിൽ വ്യത്യാസം വന്നു, അല്ലേ? നേരത്തെയുള്ള ഈ പറഞ്ഞ ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ പാകിസ്ഥാനിൽ നിന്നുള്ള ആൾക്കാരും അംഗങ്ങളായിരുന്നു. ആ സമയത്ത് ഇന്ത്യ വിഭജിച്ചിട്ടില്ലല്ലോ. അപ്പോൾ അവിടെ നിന്നുള്ള അംഗങ്ങളും അതിനകത്ത് ഉണ്ടായിരുന്നു. ഇപ്പോൾ എന്താണ്? ബ്രിട്ടീഷ് ഇന്ത്യ വിഭജിച്ചു. അപ്പോൾ ആൾക്കാർ പാകിസ്ഥാനിൽ പോവേണ്ടവരൊക്കെ അങ്ങോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ അംഗങ്ങളുടെ എണ്ണം കുറഞ്ഞു. അപ്പോൾ ഇന്ത്യ വിഭജനത്തിന് ശേഷം ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ അംഗങ്ങളുടെ എണ്ണം എത്രയായിരുന്നു എന്ന് ചോദിച്ചാൽ അത് എത്രയായിരുന്നു? 299 അല്ലേ? അപ്പോൾ അത് ശ്രദ്ധിച്ചോണം. ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ ആകെ അംഗങ്ങൾ ആദ്യം 389, അല്ലെ? ബ്രിട്ടീഷ് പ്രവിശ്യകളിൽ നിന്നുള്ള അംഗങ്ങൾ 296, നാട്ടുരാജ്യങ്ങളിൽ നിന്നുള്ള അംഗങ്ങൾ 93,
293. ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യ യോഗം നടന്നപ്പോൾ അന്ന് പങ്കെടുത്ത അംഗങ്ങൾ 207. ഇനി ഇന്ത്യ വിഭജനത്തിന് ശേഷം ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ അംഗങ്ങളുടെ എണ്ണം എത്ര എന്ന് ചോദിച്ചാൽ 299. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു കാര്യത്തിലോട്ട് വരാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഈ ഭരണഘടനാ നിർമ്മാണ സമിതി എന്ന് പറയുമ്പോൾ അതൊരു വലിയ സമിതിയാണ്. 299 പേരുള്ള ഒരു വലിയ സമിതിയാണ്. അതിനകത്ത് ചെറുതും വലുതുമായിട്ട് മറ്റനേകം കമ്മിറ്റികളും പിന്നീട് രൂപീകരിച്ചു. അതായത് ഭരണഘടനയുടെ രൂപീകരണം അത് സൗകര്യപ്രദമാക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഭരണഘടനാ നിർമ്മാണ സമിതിക്കകത്ത് തന്നെ ചെറുതും വലുതുമായിട്ടുള്ള മറ്റ് കമ്മിറ്റികളും രൂപീകരിക്കപ്പെട്ടു. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കമ്മിറ്റിയാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി അഥവാ ഭരണഘടന കരട് രൂപീകരണ സമിതി എന്ന് നമ്മൾ പറയും. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി അഥവാ ഭരണഘടന കരട് രൂപീകരണ സമിതി. ആ പറഞ്ഞ കാര്യത്തിൽ തന്നെ അല്ലെങ്കിൽ ആ പേരിൽ തന്നെ ആ കാര്യമുണ്ട്. ഭരണഘടനയുടെ കരട് തയ്യാറാക്കുക. അതായത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഭരണഘടനയുടെ ഒരു ബ്ലൂ പ്രിന്റ്, സ്കെച്ച്, പ്ലാൻ, ലേ ഔട്ട് ഉണ്ടാക്കുക എന്നുള്ള ധർമ്മം നിർവഹിച്ചത് ആരാണ്? ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയാണ്. ആ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആര് എന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയേണ്ട കാര്യമില്ല, നിങ്ങൾക്കറിയാം. ആരാണ്? ഡോക്ടർ BR അംബേദ്കർ. ആ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ ആകെ എത്ര അംഗങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ 7 അംഗങ്ങളാണ്. അതായത് ഡോക്ടർ BR അംബേദ്കർ ഉൾപ്പെടെ ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ എത്ര പേരുണ്ടായിരുന്നു? 7 പേരുണ്ടായിരുന്നു, അല്ലെ? അംബേദ്കർ ഉൾപ്പെടെ 7 പേര്, അധ്യക്ഷൻ അംബേദ്കറെ കൂടാതെ എത്ര പേര്? 6 പേര്, അല്ലെ? അപ്പൊ അത് ശ്രദ്ധിച്ച് വയ്ക്കണം. അപ്പോൾ ആ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി, ആ കമ്മിറ്റിയെ നമ്മൾ പറയുന്നത് ഈ പറഞ്ഞ കമ്മിറ്റികളുടെ കമ്മിറ്റി എന്നാണ്. അതായത് ഇതിനകത്ത് വേറെയും കമ്മിറ്റികളുണ്ടല്ലോ. കമ്മിറ്റികളുടെ കമ്മിറ്റി എന്ന് അറിയപ്പെട്ട കമ്മിറ്റി ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. അപ്പോൾ ആ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ 7 അംഗങ്ങളെ നമുക്കൊന്ന് പരിചയപ്പെടണം. ആ ഭാഗത്തുനിന്ന് ചോദ്യം വരുന്നതാണ്. അപ്പോൾ അതിലൊരാളെ നമുക്ക് അറിയാം. ആരാണ്? ഡോക്ടർ BR അംബേദ്കർ. ഡോക്ടർ BR അംബേദ്കറിന് പുറമെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ മറ്റ് അംഗങ്ങൾ ആരൊക്കെ എന്ന് കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. അത് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. അപ്പോൾ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷനായിരുന്നു BR അംബേദ്കർ. ഇനി ഭരണഘടനാ നിർമ്മാണ സമിതിയിലുള്ള മറ്റ് കമ്മിറ്റികളിലോട്ട് വരാം. അതിലൊരു കമ്മിറ്റിയാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ആൻഡ് മൈനോറിറ്റീസ് കമ്മിറ്റി. ഫണ്ടമെന്റൽ റൈറ്റ്സ് ആൻഡ് മൈനോറിറ്റീസ് കമ്മിറ്റി. അതിൻ്റെ തലവൻ ആരെന്ന് ചോദിച്ചാൽ അത് സർദാർ പട്ടേലാണ്. ആരാണ്? സർദാർ പട്ടേൽ. ഇത് നിങ്ങൾ ബൈ ഹാർട്ട് ആക്കേണ്ടതാണ്. വേറെ കാര്യങ്ങളൊന്നും ഇവിടെ പറയാനില്ല ഇപ്പോൾ. അപ്പോൾ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ഡോക്ടർ BR അംബേദ്കർ. പിന്നെ അത് കഴിഞ്ഞിട്ട് വേറൊരു കമ്മിറ്റി ഫണ്ടമെന്റൽ റൈറ്റ്സ് ആൻഡ് മൈനോറിറ്റീസ് കമ്മിറ്റി. അതിൻ്റെ തലവൻ ആരാണ്? സർദാർ പട്ടേലാണ്. ഇനി അത് കഴിഞ്ഞിട്ട് മറ്റൊരു കമ്മിറ്റി എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആൻഡ് മൈനോറിറ്റി കമ്മിറ്റി ഉണ്ടല്ലോ, അതിൻ്റെ ഒരു സബ് കമ്മിറ്റിയാണ്. ആ കമ്മിറ്റിയെ പറയുന്നത് ഫണ്ടമെന്റൽ റൈറ്റ്സ് സബ് കമ്മിറ്റി എന്നുള്ളതാണ്. ഫണ്ടമെന്റൽ റൈറ്റ്സ് സബ് കമ്മിറ്റി. അതിൻ്റെ തലവൻ ആര് എന്ന് ചോദിക്കുമ്പോൾ ആൾക്കാർ തെറ്റിക്കുകയും ചെയ്യും. സർദാർ പട്ടേൽ എന്ന് എഴുതും. ഫണ്ടമെന്റൽ റൈറ്റ്സ് ആൻഡ് മൈനോറിറ്റി കമ്മിറ്റി, അതിൻ്റെ തലവനാണ് സർദാർ പട്ടേൽ. അതേസമയം ഫണ്ടമെന്റൽ റൈറ്റ്സ് സബ് കമ്മിറ്റി, ആ വലിയ കമ്മിറ്റിയുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആൻഡ് മൈനോറിറ്റി കമ്മിറ്റി എന്ന് പറയുന്ന ഒരു വലിയ കമ്മിറ്റിയാണ്. ആ കമ്മിറ്റിയുടെ കീഴിൽ വരുന്ന ഒരു സബ് കമ്മിറ്റിയാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് സബ് കമ്മിറ്റി. ആ സബ് കമ്മിറ്റിയുടെ തലവൻ ആരെന്ന് ചോദിച്ചാൽ JB കൃപലാനിയാണ്, അല്ലെ? ഈ പേര് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരുന്ന വ്യക്തി. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യ യോഗം അതിനെ അഭിസംബോധന ചെയ്ത് സംസാരിച്ച വ്യക്തി JB കൃപലാനി. ആ JB കൃപലാനി ആയിരുന്നു ഫണ്ടമെന്റൽ റൈറ്റ്സ് ആൻഡ് സബ് കമ്മിറ്റിയുടെ തലവനായിരുന്നത്. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു കമ്മിറ്റി, നേരത്തെ പറഞ്ഞ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആൻഡ് മൈനോറിറ്റീസ് കമ്മിറ്റി എന്ന് പറഞ്ഞ ഒരു കമ്മിറ്റി പറഞ്ഞല്ലോ, അതിൻ്റെ ഒരു സബ് കമ്മിറ്റിയാണ് മൈനോറിറ്റി സബ് കമ്മിറ്റി. ഇതൊരു ചെറിയ കമ്മിറ്റിയാണ്. ആ മൈനോറിറ്റി സബ് കമ്മിറ്റിയുടെ തലവൻ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ HC മുഖർജി ആയിരുന്നു. ആരാണ്? HC മുഖർജി, അല്ലെ? HC മുഖർജി ആരാണ് എന്നുള്ളത് നിങ്ങൾ നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ട്. ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യ ഉപാധ്യക്ഷൻ
അല്ലെ. ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യ ഉപാധ്യക്ഷൻ ആരാണ്? HC മുഖർജിയാണ്. അയാളെ കൂടാതെ വേറൊരാൾ കൂടി ഉണ്ട്. അതുകൊണ്ടാണ് ആദ്യം എന്നുള്ള വാക്ക് പറഞ്ഞത്. HC മുഖർജി ഉണ്ടായിരുന്നു, VT കൃഷ്ണമാചാരി ഉണ്ടായിരുന്നു, അല്ലെ. അപ്പൊ ഇവിടെ ഇപ്പോൾ ആരാണ് പറഞ്ഞത്? HC മുഖർജി. ഇനി അത് കഴിഞ്ഞിട്ട് വേറെ കമ്മിറ്റികൾ, യൂണിയൻ പവർ കമ്മിറ്റി, യൂണിയൻ പവർ കമ്മിറ്റി. പിന്നെ അത് കഴിഞ്ഞിട്ട് സ്റ്റേറ്റ് പവർ കമ്മിറ്റി, യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി. ഈ പറഞ്ഞ കമ്മിറ്റികളുടെ എല്ലാം തലവൻ ഒരാൾ തന്നെയായിരുന്നു. ആര്? ജവഹർലാൽ നെഹ്റു, അല്ലെ. ജവഹർലാൽ നെഹ്റു. അപ്പോൾ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി, പിന്നെ അത് കഴിഞ്ഞിട്ട് ഫണ്ടമെന്റൽ റൈറ്റ്സ് ആൻഡ് മൈനോറിറ്റീസ് കമ്മിറ്റി സർദാർ പട്ടേൽ, ഫണ്ടമെന്റൽ റൈറ്റ് സബ് കമ്മിറ്റി JB കൃപലാനി, മൈനോറിറ്റി സബ് കമ്മിറ്റി അതാരായിരുന്നു? അത് HC മുഖർജി ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് യൂണിയൻ പവർ കമ്മിറ്റി, സ്റ്റേറ്റ് പവർ കമ്മിറ്റി, യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി, ഇതിൻ്റെയൊക്കെ തലവൻ എന്ന് പറയുന്നത് ജവഹർലാൽ നെഹ്റു ആയിരുന്നു. ഇനി അത് കഴിഞ്ഞിട്ട് അവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കമ്മിറ്റി പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി. പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റിയുടെ തലവൻ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ അത് സർദാർ പട്ടേൽ ആയിരുന്നു. ആരാണ്? സർദാർ പട്ടേൽ. പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റിയുടെ തലവൻ എന്ന് പറയുന്നത് സർദാർ പട്ടേലാണ്. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു പ്രധാനപ്പെട്ട കമ്മിറ്റി റൂൾസ് ആൻഡ് പ്രൊസീജിയർ കമ്മിറ്റി. റൂൾസ് ആൻഡ് പ്രൊസീജിയർ കമ്മിറ്റിയുടെ അതുപോലെ തന്നെ സ്റ്റിയറിംഗ് കമ്മിറ്റി എന്ന് പറഞ്ഞിട്ട് വേറൊരു കമ്മിറ്റി ഉണ്ട്. ഇതിൻ്റെയൊക്കെ തലവൻ ആരായിരുന്നു? ഇതിൻ്റെയൊക്കെ തലവൻ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ അധ്യക്ഷനായിരുന്ന രാജേന്ദ്ര പ്രസാദ് തന്നെയായിരുന്നു. അപ്പോൾ റൂൾസ് ആൻഡ് പ്രൊസീജിയർ കമ്മിറ്റിയുടെ തലവൻ ആര്? രാജേന്ദ്ര പ്രസാദ്. ഇനി അത് കഴിഞ്ഞിട്ട് മറ്റൊരു കമ്മിറ്റി, ഒരു ചെറിയ കമ്മിറ്റിയാണ് ഹൗസ് കമ്മിറ്റി. ഹൗസ് കമ്മിറ്റിയുടെ തലവൻ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഹൗസ് കമ്മിറ്റിയുടെ തലവൻ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ അത് പട്ടാഭി സീതാരാമയ്യയാണ്. പട്ടാഭി സീതാരാമയ്യ. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു പ്രധാനപ്പെട്ട കമ്മിറ്റി ഫ്ലാഗ് കമ്മിറ്റി, അല്ലെ. നമ്മുടെ ദേശീയ പതാക അത് എന്തായിരിക്കണം എന്ന് നിശ്ചയിക്കുന്ന കമ്മിറ്റി, ഫ്ലാഗ് കമ്മിറ്റി. ആ ഫ്ലാഗ് കമ്മിറ്റിയുടെ തലവൻ ആരെന്ന് ചോദിച്ചാൽ അതും രാജേന്ദ്ര പ്രസാദാണ്. നേരത്തെ റൂൾസ് ആൻഡ് പ്രൊസീജിയർ കമ്മിറ്റിയുടെ സ്റ്റിയറിംഗ് കമ്മിറ്റിയുടെ ആ തലവനായിരുന്ന ആരാണ്? രാജേന്ദ്ര പ്രസാദാണ്. അതുപോലെ ഫ്ലാഗ് കമ്മിറ്റിയുടെ തലവൻ എന്ന് പറഞ്ഞത് ആരുടെ പേരാണ്? രാജേന്ദ്ര പ്രസാദാണ്. അപ്പോൾ ഇത്രയും കമ്മിറ്റികളുടെ തലവന്മാർ ആര് എന്നുള്ളത് നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കി വെക്കണം. അത് ബൈഹാർട്ട് ചെയ്യേണ്ട കാര്യമാണ്. ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ക്ലാസ് മുമ്പോട്ട് പോകത്തില്ല. ഈ പറഞ്ഞ വീഡിയോയുടെ ലെങ്ത് കൂടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അതിലോട്ട് ഞാൻ വരുന്നില്ല. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു കാര്യത്തിലോട്ട് വരാം. നമ്മൾ നേരത്തെ പറഞ്ഞു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി, അല്ലേ. ആ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപീകരിക്കുന്നത് സ്വാതന്ത്ര്യത്തിന് ശേഷമാണ്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപീകരിക്കുന്ന 1947 ഓഗസ്റ്റ് 29 എന്നാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപീകരിക്കുന്നത്. കമ്മിറ്റികളുടെ കമ്മിറ്റി എന്നറിയപ്പെടുന്ന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപീകരിക്കുന്നത് 1947 ഓഗസ്റ്റ് 29 അധ്യക്ഷൻ BR അംബേദ്കർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. 7 അംഗങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഈ പറഞ്ഞ അധ്യക്ഷൻ ഉൾപ്പെടെയാണ് 7 അംഗങ്ങൾ. അധ്യക്ഷനെ കൂടാതെ മറ്റ് 6 അംഗങ്ങൾ. ആരൊക്കെയാണ് മറ്റ് 6 അംഗങ്ങൾ എന്നുള്ളത് മനസ്സിലാക്കി വയ്ക്കണം. പേര് പറയാനായിട്ട് പറ്റണം. ആ ഭാഗത്തുനിന്ന് പരീക്ഷയ്ക്ക് ചോദ്യമുണ്ട്. അപ്പം ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ മറ്റ് 6 അംഗങ്ങൾ ആരൊക്കെയെന്ന് ചോദിച്ചാൽ ഒന്ന് അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ. അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ. പിന്നെ അത് കഴിഞ്ഞിട്ട് N ഗോപാലസ്വാമി അയ്യങ്കാർ. N ഗോപാലസ്വാമി അയ്യങ്കാർ. അപ്പോൾ 2 പേര് പഠിക്കണം, അല്ലെ. അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ, N ഗോപാലസ്വാമി അയ്യങ്കാർ. പിന്നെ വേറൊന്ന് KM മുൻഷി, അല്ലെ. അത് നിങ്ങൾക്ക് പരിചയമുള്ള പേരാണ്, KM മുൻഷി. പിന്നെ അത് കഴിഞ്ഞിട്ട് മുഹമ്മദ് സാദുള്ള. മുഹമ്മദ് സാദുള്ള, അല്ലെ. അപ്പോൾ 6 പേരിൽ 4 പേരുടെ കാര്യം നമ്മൾ പറഞ്ഞു. ഇനിയുള്ള 2 പേരുകൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒന്ന് BL മിത്തർ. BL മിത്തർ. വേറൊന്ന് DP കെയ്ത്താൻ. DP കെയ്ത്താൻ. അപ്പോൾ 7 അംഗങ്ങൾ ആരൊക്കെ എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു. ഇതിൽ അവസാനം പറഞ്ഞ 2 പേരുകൾ ശ്രദ്ധിച്ചു വെക്കണം. BL മിത്തറും DP കെയ്ത്താനും. ഇവര് ഈ പറഞ്ഞ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അവസാനം വരെ ഉണ്ടായിരുന്ന അംഗങ്ങളല്ല. ഇതിൽ BL മിത്തർ ഇടയ്ക്ക് രാജിവെക്കും. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ നിന്ന് രാജിവെച്ച് പോകും BL മിത്തർ. അപ്പോൾ അയാൾ അവസാനം വരെ ഉണ്ടായിരുന്നില്ല. DP കെയ്ത്താൻ ഇതിൽ അംഗമായിരിക്കുമ്പോൾ തന്നെ മരണപ്പെട്ടു. അപ്പോൾ അദ്ദേഹവും അവസാനം വരെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി, ആ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ 7 അംഗങ്ങൾ, അതിൽ മുഴുവൻ സമയം, അതായത് ഇത് പൂർത്തിയാകുന്നത് വരെ ഉണ്ടായിരുന്ന അംഗങ്ങൾ ആരൊക്കെ എന്നുള്ളത് അറിയണം. അതുപോലെ ഇല്ലാതിരുന്ന അംഗങ്ങൾ ആരൊക്കെ എന്ന് അറിയണം.
അപ്പോൾ അതിൽ BL മിത്തറും DP കേത്താനും ആദ്യ അവസാനം ഉണ്ടായിരുന്നോ? ഇല്ല. അപ്പോൾ BL മിത്തർ രാജിവെച്ച് പോയി അല്ലേ? ആ രാജിവെച്ച് പോയപ്പോൾ അവിടെ ആ സ്ഥാനത്തോട്ട് വേറൊരാൾ നിയമിക്കപ്പെട്ടു. ആരെ എന്ന് ചോദിച്ചാൽ N മാധവറാവു. BL മിത്തർ രാജിവെച്ച ഒഴിവിലോട്ട് പിന്നീട് ഒരാളെ നിയമിക്കും. ആരാണ്? N മാധവറാവു. DP കേത്താൻ മരണപ്പെടും. ആ സ്ഥാനത്തോട്ട് വേറൊരാളെ നിയമിച്ചു. ആരാണ്? TT കൃഷ്ണമാചാരി. TT കൃഷ്ണമാചാരി. ഇവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, കൃഷ്ണമാചാരി അല്ലേ? അപ്പോൾ അത് പറഞ്ഞെന്താണ്? TT കൃഷ്ണമാചാരി. ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു സംശയം തോന്നും, നേരത്തെ ഒരു കൃഷ്ണമാചാരിയുടെ പേര് പറഞ്ഞല്ലോ, അത് VT കൃഷ്ണമാചാരി, ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ രണ്ടാമത്തെ ഉപാധ്യക്ഷൻ അല്ലെ? രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ 2 പേരുണ്ട്, അതിൽ രണ്ടാമത്തെ ആളാണ് ആര്? ഈ പറഞ്ഞ VT കൃഷ്ണമാചാരി. ഇതെന്താണ്? TT കൃഷ്ണമാചാരി. അപ്പോൾ ഇത് ഇത്രയും നിങ്ങൾ ബൈഹാർട്ട് ചെയ്ത് വയ്ക്കണം. പരീക്ഷയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഭാഗത്തുനിന്ന് ചോദ്യം ഉറപ്പായിട്ടും വരും. അങ്ങനെ ഒരു ഏരിയയാണ്. അപ്പോൾ അതുകൊണ്ടാണ് അത് ശ്രദ്ധയോടുകൂടി പഠിക്കാനായിട്ട് പറയുന്നത്. ഇനി അത് കഴിഞ്ഞിട്ട് ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ വനിതകൾ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു 1947 ഓഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ അംഗങ്ങളുടെ എണ്ണം 299 കുറഞ്ഞു. ആ 299 പേരിൽ 15 പേർ വനിതകളായിരുന്നു. 299 പേരിൽ 15 പേർ വനിതകളായിരുന്നു. അപ്പോൾ അത് വളരെ പ്രാധാന്യത്തോടു കൂടി മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ രൂപീകരണത്തിന് എന്താണ് ഈ പറഞ്ഞ ഏതെങ്കിലും തരത്തിലുള്ള സംഭാവനകൾ നൽകിയ 15 വനിതകൾ ആരൊക്കെ എന്ന് മനസ്സിലാക്കി വയ്ക്കണം. അത് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് താഴെ തന്നിരിക്കുന്നതിൽ ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ അംഗമായിരുന്ന വനിതയാര്, അല്ലെങ്കിൽ അംഗമല്ലാത്ത വനിതയാര് എന്നുള്ള രീതിയിലൊക്കെ ചോദ്യങ്ങൾ വരും. അപ്പോൾ ആ പേരുകളൊന്ന് പരിചയപ്പെടണം. അപ്പോൾ ആ 15 വനിതകൾ ആരൊക്കെയെന്ന് ചോദിച്ചാൽ, ഒന്ന് സരോജിനി നായിഡു അല്ലെ? ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആര്? സരോജിനി നായിഡു അല്ലെ? ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ഗവർണർ ആരെന്ന് ചോദിച്ചാലും സരോജിനി നായിഡു ആണ്. ഇനി അത് കഴിഞ്ഞിട്ട് നെഹ്റുവിൻ്റെ പെങ്ങള് വിജയലക്ഷ്മി പണ്ഡിറ്റ്, രണ്ടാമത്തെ വനിത വിജയലക്ഷ്മി പണ്ഡിറ്റ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ മുഖ്യമന്ത്രി, ആ പറഞ്ഞൊരു സ്ഥാനത്തോട്ട് പിന്നീട് വന്ന ഒരു വനിതയാണ് സുജയത കൃപലാനി. സുജയത കൃപലാനി. അപ്പോൾ സരോജിനി നായിഡു ഉണ്ട്, വിജയലക്ഷ്മി പണ്ഡിറ്റ് ഉണ്ട്, സുജയത കൃപലാനി ഉണ്ട്. ഇനി അത് കഴിഞ്ഞിട്ട് ദുർഗാഭായ് ദേശ്മുഖ്, വേറൊരാളാര്? ദുർഗാഭായ് ദേശ്മുഖ്. പിന്നെ ഹാൻസ മേത്ത, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പേരാണ് ഹാൻസ മേത്ത. ആ കാര്യം എന്താണെന്ന് പിന്നീട് പറയാം. അപ്പോൾ സരോജിനി നായിഡു ഉണ്ട്, വിജയലക്ഷ്മി പണ്ഡിറ്റ് ഉണ്ട്, സുജയത കൃപലാനി, ദുർഗാഭായ് ദേശ്മുഖ്, ഹാൻസ മേത്ത. പിന്നെ അത് കഴിഞ്ഞിട്ട് രാജ്കുമാരി അമൃത് കൗൾ. രാജ്കുമാരി അമൃത് കൗൾ പിന്നീട് അവർ ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ കേന്ദ്രമന്ത്രിയായി. പിന്നീട് അവർ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ കേന്ദ്രമന്ത്രിയായിട്ടുള്ള വനിതയാണ് രാജ്കുമാരി അമൃത് കൗൾ. പിന്നെ അത് കഴിഞ്ഞിട്ട് ബീഗം ഐസാസ് റസൂൽ. ബീഗം ഐസാസ് റസൂൽ. അവിടെ ഒരു കാര്യം കൂടി മനസ്സിലാക്കി വെക്കണം. ഈ ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ 15 വനിതകളാണല്ലോ ഉള്ളത്. അതിലെ ഏക മുസ്ലിം വനിത ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ബീഗം ഐസാസ് റസൂലാണ് അല്ലെ? അപ്പോൾ സ്വാതന്ത്ര്യത്തിന് ശേഷം ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ 15 വനിതകൾ ഉണ്ടായിരുന്നു. ആ 15 വനിതകളിൽ ഈ പറഞ്ഞ ഏക മുസ്ലിം വനിത ആരെന്ന് ചോദിച്ചാൽ ബീഗം ഐസാസ് റസൂലാണ്. പിന്നെയുള്ള പേരുകളൊന്ന് ശ്രദ്ധിച്ചു നോക്ക്. രേണുക റായ്, രേണുക റായ്, ലീല റായ്. 2 റായിമാര്, രേണുക റായ്, ലീല റായ്. ഇനി അതുപോലെ 2 ചൗധരിമാര്, കമല ചൗധരി, മാലതി ചൗധരി, മാലതി ചൗധരി. ഇനി ഒരു ബാനർജി, പൂർണിമ ബാനർജി. ഇത്രയാവുമ്പോൾ 12 വനിതകളുടെ പേരായി. ഇനി 3 വനിതകൾ കൂടിയുണ്ട്. ആ 3 വനിതകൾ എന്ന് പറയുന്നത് മലയാളികളായിട്ടുള്ള 3 വനിതകളാണ്. മലയാളികളായിട്ടുള്ള 3 വനിതകൾ. അപ്പോൾ ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ എത്ര അംഗങ്ങൾ, വനിതാ അംഗങ്ങളുണ്ട് എന്ന് ചോദിച്ചാൽ 15. അതിൽ എത്ര പേർ മലയാളികളായിരുന്നു എന്ന് ചോദിച്ചാൽ 3 പേരാണ്. ആരൊക്കെയാണ് ആ 3 അംഗങ്ങൾ എന്ന് ചോദിച്ചാൽ, ഒന്ന് അമ്മു സ്വാമിനാഥൻ, ഒന്ന് അമ്മു സ്വാമിനാഥൻ, വേറൊന്ന് ദാക്ഷായണി വേലായുധൻ. അമ്മു സ്വാമിനാഥൻ, വേറൊന്ന് ദാക്ഷായണി വേലായുധൻ, വേറൊന്ന് ആനി മസ്ക്രേൻ.
അപ്പോൾ ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ അംഗങ്ങളായിരുന്ന മലയാളി വനിതകൾ, അല്ലേ? കേരളത്തിൽ നിന്നുള്ള വനിതകൾ എന്ന ആ സമയത്ത് പറയാനായിട്ട് പറ്റത്തില്ല. കേരളം ഉണ്ടാവുന്നത് പിന്നീടാണ്, 1956-ലാണ്, അല്ലേ? ഇതിപ്പോൾ ഈ പറഞ്ഞ 46-47 കാലഘട്ടത്തിലെ കാര്യമാണ് ഈ പറയുന്നത്. അപ്പോൾ ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ അംഗമായിരുന്ന മലയാളി വനിതകൾ ആരൊക്കെയെന്ന് ചോദിച്ചാൽ അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ, ആനി മസ്ക്രീൻ. ഇവിടെ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഉണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ ഈ ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ 15 വനിതകളിൽ ഏക മുസ്ലിം വനിതയാണ് ബീഗം ഐസാസ് റസൂൽ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അതുപോലെ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ അംഗമായിരുന്ന ഏക ദളിത് വനിത ആരെന്ന് ചോദിച്ചാൽ ദാക്ഷായണി വേലായുധനാണ്. ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ അംഗമായിരുന്ന ഏക ദളിത് വനിത ആരെന്ന് ചോദിച്ചാൽ ദാക്ഷായണി വേലായുധനാണ്. ഇനി അവിടെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഈ പറഞ്ഞ അമ്മു സ്വാമിനാഥനും ദാക്ഷായണി വേലായുധനും മദ്രാസ് പ്രവിശ്യയുടെ ഭാഗമായിട്ടാണ്, മദ്രാസ് പ്രവിശ്യയിൽ നിന്നാണ് ഭരണഘടനാ നിർമ്മാണ സമിതിയിലോട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. അതേസമയം തിരുക്കൊച്ചിയിൽ നിന്ന് ഭരണഘടനാ നിർമ്മാണ സമിതിയിലോട്ട് തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി വനിതയാര് എന്ന് ചോദിച്ചാൽ ഒരാളുടെ പേരേ പറയാനുള്ളൂ, ആനി മസ്ക്രീൻ, അല്ലെ? അപ്പോൾ അമ്മു സ്വാമിനാഥനും ദാക്ഷായണി വേലായുധനും ആനി മസ്ക്രീനും മലയാളികളാണ്. പക്ഷേ മദ്രാസ് പ്രവിശ്യയുടെ ഭാഗമായിട്ടാണ് ഇവർ 2 പേര്, അമ്മു സ്വാമിനാഥനും ദാക്ഷായണി വേലായുധനും ഭരണഘടനാ നിർമ്മാണ സമിതിയിലോട്ട് പോയത്. പക്ഷെ തിരുക്കൊച്ചിയിലെ ഈ പറഞ്ഞ അംഗമായിട്ട്, തിരുക്കൊച്ചിയിൽ നിന്നുള്ള അംഗമായിട്ട് പോയത് ആര് എന്ന് ചോദിച്ചാൽ അത് ആനി മസ്ക്രീനാണ്. അപ്പോൾ അത് ശ്രദ്ധിച്ച് വയ്ക്കണം. അപ്പോൾ ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ വനിതകൾക്ക് പ്രാതിനിധ്യം ഉണ്ടായിരുന്നു, അല്ലെ? അതുപോലെ മറ്റു ചില സമുദായങ്ങൾക്കും ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ പ്രാതിനിധ്യം ഉണ്ടായിരുന്നു. ഇന്ത്യ ഒരുപാട് വൈവിധ്യമുള്ള ഒരു രാജ്യമാണ്. അപ്പോൾ ആ വൈവിധ്യമൊക്കെ നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സമിതിക്കകത്തും ഉണ്ടാവണം, അതുപോലെ ഉണ്ടാക്കുന്ന ഭരണഘടനയിലും ഉണ്ടാകണം, അല്ലേ? അപ്പോൾ അത് ഉറപ്പിക്കാൻ വേണ്ടി വിവിധ സമുദായങ്ങളിൽ നിന്നുള്ള ആൾക്കാർക്കും പ്രാധാന്യം ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ കൊടുത്തിരുന്നു. അതിൽ പാഴ്സികളെ പ്രതിനിധീകരിച്ചത് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ പാഴ്സികളുടെ പ്രതിനിധിയായിട്ട് ഉൾപ്പെടുത്തിയിരുന്നത് ആരെ എന്ന് ചോദിച്ചാൽ HP മോദി. ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ പാഴ്സികളെ പ്രതിനിധീകരിച്ച് പങ്കെടുത്തത് ആര് എന്ന് ചോദിച്ചാൽ HP മോദിയാണ്. അതേസമയം ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ മൈനോറിറ്റീസിൻ്റെ, അതായത് ഈ പറഞ്ഞ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ പ്രതിനിധി ആരായിരുന്നു എന്ന് ചോദിച്ചാൽ, ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ മൈനോറിറ്റിയുടെ പ്രതിനിധി ആരായിരുന്നു എന്ന് ചോദിച്ചാൽ അത് HC മുഖർജിയാണ്, അല്ലെ? HC മുഖർജി ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ഉപാധ്യക്ഷനാണ്. അതുപോലെ തന്നെ HC മുഖർജി എന്താണ്, മൈനോറിറ്റി സബ് കമ്മിറ്റിയുടെ അധ്യക്ഷനാണ്. HC മുഖർജി എന്ന് പറയുന്നത് മൈനോറിറ്റികളുടെ പ്രതിനിധീകരിച്ച് ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തിത്വമാണ്. അപ്പോൾ പാഴ്സികളെ പ്രതിനിധീകരിച്ച് ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ HP മോദി ഉണ്ടായിരുന്നു. മൈനോറിറ്റീസിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ HC മുഖർജി ഉണ്ടായിരുന്നു. ഇനി അത് കഴിഞ്ഞിട്ട് ആംഗ്ലോ ഇന്ത്യൻസിനെ പ്രതിനിധീകരിച്ച് ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ ഉണ്ടായിരുന്നത് ആര് എന്ന് ചോദിച്ചാൽ അത് ഫ്രാങ്ക് ആന്റണിയാണ്. ആംഗ്ലോ ഇന്ത്യൻസിനെ പ്രതിനിധീകരിച്ച് ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ ഉണ്ടായിരുന്നത് ആര് എന്ന് ചോദിച്ചാൽ ഫ്രാങ്ക് ആന്റണിയാണ്, അല്ലെ? ആംഗ്ലോ ഇന്ത്യൻസ് എന്ന് പറയുമ്പോൾ ആ സമയത്ത് ഒരു റിയാലിറ്റിയാണ്. ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന സമയം, ബ്രിട്ടീഷുകാർ ഭരിക്കുമ്പോൾ, അതായത് യൂറോപ്യൻസ് ഇവിടെ ഈ പറഞ്ഞ ഭരിക്കുന്ന സമയത്ത്, ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന സമയത്ത് ഇന്ത്യയിലെ വനിതകൾ പലരും ഈ പറഞ്ഞ ബ്രിട്ടീഷുകാരെ വിവാഹം കഴിച്ചു. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ പറഞ്ഞ അമ്മ ഇന്ത്യനും അതുപോലെ അച്ഛൻ യൂറോപ്യനുമായിട്ട് ഒരുപാട് ഈ പറഞ്ഞ കുട്ടികൾ നമ്മുടെ രാജ്യത്ത് ജനിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ളവരെയാണ് ആംഗ്ലോ ഇന്ത്യൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ എന്താണ്, അവരുടെ ഓരോ കാര്യങ്ങൾ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് ആംഗ്ലോ ഇന്ത്യൻസ് പ്രാതിനിധ്യവും എവിടെ ഉണ്ടായിരുന്നു, ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെ പ്രതിനിധീകരിച്ച ആരാണ്, ഫ്രാങ്ക് ആന്റണിയാണ്. ഇനി അവിടെ വേറൊരു കാര്യം കൂടി ഒന്ന് മനസ്സിലാക്കി വെക്കണം. പണ്ട് പരീക്ഷയ്ക്ക് ചോദിച്ച ഒരു ചോദ്യമാണ്, ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ അംഗമായിരുന്ന ജസ്യൂട്ട് പുരോഹിതൻ ആരാണ്? ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ അംഗമായിരുന്ന ജസ്യൂട്ട് പുരോഹിതൻ ആരാണ് എന്ന് ചോദിച്ചാൽ ജെറോം ഡിസൂസ. ആരാണ്? ജെറോം ഡിസൂസ. അപ്പോൾ ആ ഒരു പേര് കൂടി അവിടെ ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ ഈ പറഞ്ഞ കമ്മിറ്റികളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ വനിതാ പ്രതിനിധികളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ വിവിധ സമുദായങ്ങളുടെ പ്രതിനിധികളായിട്ട് ആരുണ്ടായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു, അല്ലേ? ഇനി വേറൊരു ഭാഗത്തോട്ടാണ് നമ്മൾ വരുന്നത്.
ഭരണഘടനയുടെ ആദ്യ കരട്. അപ്പോൾ നമ്മൾ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എന്ന് പറഞ്ഞൊരു കമ്മിറ്റിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അവരുടെ ജോലി എന്താണ്? ഭരണഘടനയുടെ കരട് ഉണ്ടാക്കുക എന്നുള്ളതാണ്, ഡ്രാഫ്റ്റ് ബ്ലൂ പ്രിന്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവർ ഭരണഘടനയുടെ ഈ പറഞ്ഞ ഒരു കരട് ഉണ്ടാക്കി ആദ്യമായിട്ട് ഭരണഘടനാ നിർമ്മാണ സമിതിക്ക് എന്ത് ചെയ്യുകയാണ്? സമർപ്പിക്കുകയാണ്. ഭരണഘടനയുടെ ഒരു കരടുണ്ടാക്കി ആദ്യമായിട്ട് ഭരണഘടനാ നിർമ്മാണ സമിതിക്ക് സമർപ്പിച്ചത് 1948 ഫെബ്രുവരി 21-നാണ്. നല്ലൊരു ചോദ്യമാണ്. ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ആദ്യമായിട്ട് ഭരണഘടനയുടെ കരട് സമർപ്പിച്ചത് എന്നാണ് എന്ന് ചോദിച്ചാൽ 1948 ഫെബ്രുവരി 21-നാണ്. എന്നിട്ട് ആ പറഞ്ഞ ഭരണഘടനയുടെ കരടിൽ ഒരുപാട് ഈ പറഞ്ഞ മാറ്റങ്ങൾ വരുത്തി, ചർച്ചകളൊക്കെ നടത്തി, മാറ്റങ്ങളൊക്കെ വരുത്തി. അതിൻ്റെ ഫൈനൽ ഡ്രാഫ്റ്റ് ഭരണഘടനാ നിർമ്മാണ സമിതിക്ക് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി കൈമാറുന്നത് എന്ന് കൂടി ചോദിക്കും. അത് 1948 നവംബർ 4-നാണ്. അപ്പോൾ അവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ഭരണഘടനാ നിർമ്മാണ സമിതിക്ക് മുമ്പിലായിട്ട് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഭരണഘടനയുടെ ഡ്രാഫ്റ്റ് ആദ്യമായിട്ട് സമർപ്പിച്ചത് 1948 ഫെബ്രുവരി 21-നാണ്. ഇനി അതിൻ്റെ ഫൈനൽ ഡ്രാഫ്റ്റ്, ആ പറഞ്ഞതിൽ തന്നെ മാറ്റങ്ങളൊക്കെ വരുത്തിക്കൊണ്ട് അതിൻ്റെ ഫൈനൽ ഡ്രാഫ്റ്റ് ഭരണഘടനാ നിർമ്മാണ സമിതിക്ക് സമർപ്പിച്ചത് എന്നാണ് എന്ന് ചോദിച്ചാൽ അത് 1948 നവംബർ 4-നാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആ ഡേറ്റ്. ശ്രദ്ധിച്ച് ഓർത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. അപ്പോൾ അത് അത്രയും ഓർത്ത് വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് ഭരണഘടനാ നിർമ്മാണ സമിതി ഭരണഘടന എഴുതി പൂർത്തിയാക്കിയത് എന്നാണ് എന്നുള്ള ഒരു ചോദ്യമാണ്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. ഭരണഘടനാ നിർമ്മാണ സമിതി ഭരണഘടന എഴുതി പൂർത്തിയാക്കി അത് അംഗീകരിച്ചത് എന്നാണ് എന്ന് ചോദിച്ചാൽ അത് 1949 നവംബർ 26-നാണ്. അപ്പോൾ ഭരണഘടന പൂർത്തിയാവുകയാണ്. ഭരണഘടനാ നിർമ്മാണ സമിതി ഭരണഘടന എഴുതി പൂർത്തിയാക്കി അത് അംഗീകരിച്ചത് എന്നൊന്ന് ചോദിച്ചാൽ 1949 നവംബർ 26-നാണ്. നവംബർ 26 എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, ഇന്ന് ഇന്ത്യയിൽ ഭരണഘടനാ ദിനമായിട്ട് ആചരിക്കുന്ന ദിവസം നവംബർ 26-ആണ്. ഭരണഘടന എഴുതി പൂർത്തിയാക്കിയ ആ ദിവസം നവംബർ 26-ആണ് ഇന്ത്യയിൽ ഭരണഘടനാ ദിനമായിട്ട് ആചരിക്കുന്നത്. ദേശീയ നിയമദിനമായിട്ട് ആചരിക്കുന്നത് ഏത് ദിവസമാണ്? നവംബർ 26-ആണ്. ഇനി ആ ഭരണഘടന നിലവിൽ വന്നത് എന്നാണ് എന്ന് ചോദിച്ചാൽ, ഭരണഘടന നിലവിൽ വന്നത് എന്നാണ് എന്ന് ചോദിച്ചാൽ 1950 ജനുവരി 26-നാണ്. ആ ഭരണഘടന നിലവിൽ വന്നത് 1950 ജനുവരി 26-നാണ്. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. എന്താണ്? ഭരണഘടനാ നിർമ്മാണ സമിതി ഭരണഘടന എഴുതി പൂർത്തിയാക്കിയതെന്ന്, അല്ലെങ്കിൽ എഴുതി പൂർത്തിയാക്കി അത് അംഗീകരിച്ചതെന്ന് എന്ന് ചോദിച്ചാൽ 1949 നവംബർ 26. വേറെ രീതിയിൽ നമ്മൾ പറയും, ഭരണഘടനാ നിർമ്മാണ സമിതി ഭരണഘടന അഡോപ്റ്റ് ചെയ്തതെന്ന്, അല്ലെങ്കിൽ ഭരണഘടനാ നിർമ്മാണ സമിതി ഭരണഘടന എനാക്ട് ചെയ്തതെന്ന്. അഡോപ്റ്റ് ചെയ്തതെന്ന്, എനാക്ട് ചെയ്തതെന്ന്, ഭരണഘടന എഴുതി പൂർത്തിയാക്കിയതെന്ന്, ഭരണഘടന എഴുതി പൂർത്തിയാക്കി അംഗീകരിച്ചതെന്ന് എന്നൊക്കെ ചോദിക്കുമ്പോൾ അതിൻ്റെ ഉത്തരമെന്ന് പറയുന്നത് 1949 നവംബർ 26-ആണ്. ഇനി ഭരണഘടന നിലവിൽ വന്നതെന്ന് എന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ ഉത്തരവെന്ന് പറയുന്നത് 1950 ജനുവരി 26-ആണ്. കേൾക്കുമ്പോൾ എളുപ്പമാണെന്ന് തോന്നും, പരീക്ഷയ്ക്ക് പലരും തെറ്റിക്കാറുണ്ട്. ശ്രദ്ധിച്ച് വയ്ക്കുക. ഇനി നമ്മളിത് എഴുതി പൂർത്തിയാക്കി 1949 നവംബർ 26-ന് എഴുതി പൂർത്തിയാക്കി അല്ലേ? അങ്ങനെ എഴുതി പൂർത്തിയാക്കിയതിന് എത്ര ദിവസം വേണ്ടി വന്നു എന്ന് ചോദിച്ചാൽ നമുക്കറിയാം, 1946 ഡിസംബർ 9-നാണ് ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യ യോഗം നടക്കുന്നത്. 1949 നവംബർ 26-നാണ് ഇത് എഴുതി പൂർത്തിയാക്കുന്നത്. ഏതാണ്ട് 3 കൊല്ലം. പക്ഷെ 3 കൊല്ലം വന്നില്ല, 1 മാസം കുറയുമല്ലോ. അവിടെ ഈ പറഞ്ഞ ഡിസംബറിലാണ്, ഇവിടെ നവംബറേ ആയിട്ടുള്ളൂ. അപ്പോൾ 1 മാസം കുറവ്. അപ്പോൾ 2 വർഷം 11 മാസം 2 വർഷം 11 മാസം 18 ദിവസം കൊണ്ടാണ് ഭരണഘടനാ നിർമ്മാണ സമിതി ഭരണഘടന എന്ത് ചെയ്തത്? എഴുതി പൂർത്തിയാക്കിയത്. 2 വർഷം 11 മാസം 18 ദിവസം. ഇത് ഒരു രീതിയിൽ പറയുമ്പോഴാണ്. വേറെ രീതിയിൽ പറയുന്നത് 11 സമ്മേളനങ്ങൾ കൊണ്ടാണ് ഈ പറഞ്ഞ ഭരണഘടന പൂർത്തിയാക്കിയത് എന്ന് പറയും. ഇപ്പോൾ നമ്മൾ പാർലമെൻറ്റ് സമ്മേളനങ്ങൾ എന്ന് നമ്മൾ പറയാറുണ്ട്. നമ്മൾ ലോക്സഭയിലോട്ട് MP തിരഞ്ഞെടുത്ത് വിട്ടു.
ലോക്സഭയിലോട്ട് എം പിയെ തിരഞ്ഞെടുത്ത് വിട്ടു കഴിഞ്ഞാൽ അവിടെ എന്നും സമ്മേളനമുണ്ടോ? ഇല്ല. വർഷത്തിൽ 2 3 തവണയാണ് പാർലമെൻറ്റ് സമ്മേളനങ്ങൾ നടക്കുന്നത്. ബാക്കിയുള്ള സമയം മുഴുക്കുകയും അയാൾ ഈ പറഞ്ഞ നാട്ടിലായിരിക്കും. അതുപോലെ ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള അംഗങ്ങളാണ് ഈ പറഞ്ഞ ഡൽഹിയിലെ ഭരണഘടനയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഒത്തുകൂടുന്നത്. അപ്പോൾ അത് 3 കൊല്ലം തുടർച്ചയായിട്ടുണ്ടായിരുന്നു എന്നല്ല പറഞ്ഞത്. അതിന് വേണ്ടിയിട്ട് ഭരണഘടനാ നിർമ്മാണ സമിതി യോഗം ചേർന്നത് 11 തവണയാണ്. അതായത് 11 സമ്മേളനങ്ങൾ. ആ 11 സമ്മേളനങ്ങൾക്കായിട്ട് വേണ്ടി വന്നത് 165 ദിവസങ്ങളാണ്. അപ്പോൾ 11 സമ്മേളനങ്ങൾ 165 ദിവസങ്ങൾ കൊണ്ട് ഭരണഘടന പൂർത്തിയായി എന്നും പറയും. ഇനി അത് കഴിഞ്ഞിട്ട് മൊത്തത്തിൽ ആ ഡേറ്റ് ഉൾപ്പെടെ പറയുമ്പോൾ 2 വർഷം 11 മാസം 18 ദിവസം എന്നും പറയും. അപ്പോൾ എത്ര സമ്മേളനങ്ങൾ? 11 സമ്മേളനങ്ങൾ 165 ദിവസങ്ങൾ കൊണ്ട് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതി എന്ത് ചെയ്തു? പൂർത്തീകരിച്ചു, അല്ലെ? എന്നിട്ട് അത് നിലവിൽ വന്നത് എന്നാണ്? 1950 ജനുവരി 26. 1950 ജനുവരി 26. അപ്പോൾ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞു 11 സമ്മേളനങ്ങൾ 165 ദിവസങ്ങൾ, അല്ലെ? എന്നുവരെയാണ് 1949 നവംബർ 26. അവിടെ ഒരു കാര്യം കൂടി മനസ്സിലായിക്കോണം. ഭരണഘടനാ നിർമ്മാണ സമിതി അവസാനം യോഗം ചേർന്നത് എന്നാണ് എന്ന് ചോദിക്കും. അങ്ങനെ ചോദിക്കുമ്പോൾ 1950 ജനുവരി 24 എന്നുള്ളതാണ് ഉത്തരം. 1950 ജനുവരി 24 ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ അവസാന യോഗം നടന്നത് എപ്പോ എന്ന് ചോദിച്ചാൽ 1950 ജനുവരി 24. അപ്പം നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിക്കും, ഇനി എന്തിനാ ചേരുന്നത്? അവർ ഭരണഘടനയൊക്കെ എഴുതി പൂർത്തിയാക്കിയില്ലേ എന്ന് ചോദിച്ചാൽ ശരി, പൂർത്തിയാക്കി. പക്ഷേ ആ പൂർത്തിയാക്കിയ ഭരണഘടനയിൽ ഈ ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ അംഗങ്ങൾ എല്ലാവരും എന്ത് ചെയ്യും? വന്ന് ഒപ്പിടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ദിവസം കണ്ടെത്തി വെച്ചിരുന്നു. അത് 1950 ജനുവരി 24 അന്ന് ആ പറഞ്ഞ ഭരണഘടനയിൽ എത്ര അംഗങ്ങളാണ് ഒപ്പിട്ടത് എന്ന് ചോദിച്ചാൽ 284 അംഗങ്ങളാണ്. അപ്പോൾ ഭരണഘടനാ നിർമ്മാണ സമിതി ഭരണഘടന എഴുതി പൂർത്തിയാക്കി. അത് 1949 നവംബർ 26 അത് 11ാമത്തെ സമ്മേളനമാണ്. ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ അവസാന സമ്മേളനം നടക്കുന്ന 1950 ജനുവരി 24 അന്ന് ആ ഭരണഘടനയിൽ എത്ര അംഗങ്ങളാണ്, ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ എത്ര അംഗങ്ങളാണ് ഒപ്പിട്ടത് എന്ന് ചോദിച്ചാൽ 284 അംഗങ്ങൾ ഒപ്പിട്ടു. 284 അംഗങ്ങൾ. അപ്പോൾ അവസാനത്തെ സമ്മേളനം 1950 ജനുവരി 24. ആ പറഞ്ഞ സമ്മേളനത്തിൽ എത്ര അംഗങ്ങൾ ഒപ്പിട്ടു? 284 അംഗങ്ങൾ ഒപ്പിട്ടു. മൊത്തം 299 അംഗങ്ങളുണ്ടായിരുന്നു. അതിൽ പലരും എന്ത് ചെയ്തു? മരണപ്പെട്ടു. പലരും രോഗാവസ്ഥയിലായിരുന്നു, എത്തിച്ചേരാനായിട്ട് കഴിഞ്ഞില്ല. അങ്ങനെ എത്തിച്ചേർന്ന് ഒപ്പിട്ടത് 284 അംഗങ്ങൾ. ആ ഭരണഘടനയാണ് 1950 ജനുവരി 26 രാജ്യത്ത് നിലവിൽ വരുന്നത്, അല്ലെ? ഇന്ത്യ റിപ്പബ്ലിക്കായി എന്ന് നമ്മൾ പറയും. ജനുവരി 26 എന്തുകൊണ്ട് ഭരണഘടന നിലവിൽ വരുന്ന ദിവസമായിട്ട് ജനുവരി 26 സ്വീകരിച്ചു എന്നുള്ളതും ഒരു ചോദ്യമാണ്. അപ്പോൾ അവിടെ നിങ്ങൾ ചരിത്രം പഠിക്കുമ്പോൾ ലാഹോർ സമ്മേളനം, ആ ലാഹോർ സമ്മേളനത്തിൻ്റെ ഒരു പ്രാധാന്യമുണ്ട്. എന്താണ് ആ ലാഹോർ സമ്മേളനത്തിൻ്റെ പ്രാധാന്യം? അല്ലെ, പൂർണ്ണ സ്വരാജ് ആവശ്യപ്പെട്ട സമ്മേളനമാണ് 1929 ലാഹോർ സമ്മേളനം, അല്ലെ? അതിനെ തുടർന്ന് 1930 മുതൽ ജനുവരി 26 ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനമായിട്ട് ഈ പറഞ്ഞ ആചരിക്കാനായിട്ട് കോൺഗ്രസ് എന്ത് ചെയ്തു? തീരുമാനിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ കൊല്ലവും ജനുവരി 26 ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനമായിട്ട് ആചരിക്കുമായിരുന്നു. സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് 1947 ഓഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി. ഇനി ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനമായിട്ട് ആചരിക്കുന്ന ഏത് ദിവസമാണ്? ഓഗസ്റ്റ് 15. അപ്പോൾ ജനുവരി 26 അത് വിസ്മൃതിയിലായി പോകും. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി ഇന്ത്യയുടെ ഈ പറഞ്ഞ റിപ്പബ്ലിക് ദിനമായിട്ട് ഏത് ദിവസത്തെ തീരുമാനിച്ചു? ജനുവരി 26 തീരുമാനിച്ചു. അപ്പോൾ പണ്ട് സ്വാതന്ത്ര്യ ദിനമായിട്ട് ആചരിച്ചിരുന്ന ഒരു ദിവസം ഇപ്പോഴും ഈ പറഞ്ഞ ലൈവായി നിൽക്കുന്നു. ഏതാണ്? ജനുവരി 26. നമ്മൾ ഇന്ന് റിപ്പബ്ലിക് ദിനമായിട്ട് ആചരിക്കുന്നത് ആ ദിവസമാണ്, അല്ലേ? ഭരണഘടന നിലവിൽ വന്ന ദിവസമാണ്. ഇനി അവിടെ വേറൊരു കാര്യമുണ്ട്. ഇന്ത്യ ഒരു റിപ്പബ്ലിക്കാണ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇന്ത്യക്ക് ഒരു ഭരണഘടനയുണ്ട് എന്നാണോ? അങ്ങനെയല്ല. ഇന്ത്യക്കും ഭരണഘടനയുണ്ട്, ബ്രിട്ടനും ഭരണഘടനയുണ്ട്. ബ്രിട്ടൻ റിപ്പബ്ലിക് അല്ല, ഇന്ത്യ റിപ്പബ്ലിക്കാണ്. ഭരണഘടന ഉള്ളത് കൊണ്ടല്ല ഒരു രാജ്യത്തെ റിപ്പബ്ലിക് എന്ന് വിളിക്കുന്നത്. ഏതടിസ്ഥാനത്തിലാണ് ഒരു രാജ്യത്തെ റിപ്പബ്ലിക് എന്ന് വിളിക്കുന്നത്? ആ രാജ്യത്തിൻ്റെ ഭരണത്തലവൻ ആരെന്ന് നോക്കണം. രാജ്യത്തിൻ്റെ ഭരണത്തലവൻ ആരെന്ന് നോക്കുമ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണത്തലവൻ എന്ന് പറയുന്നത് രാഷ്ട്രപതിയാണ്.
ആ രാഷ്ട്രപതി എന്ന് പറയുന്നത് ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തിയാണ്. ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്കൊരു സംശയം വരും, ഞങ്ങൾ അതിൽ വോട്ട് ചെയ്തിട്ടില്ലല്ലോ, രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ആരും വോട്ട് ചെയ്തിട്ടില്ല, പിന്നെ എങ്ങനെയാണ് ജനങ്ങൾ തിരഞ്ഞെടുത്തു എന്ന് പറയുന്നത്? ശരിയാണ്, നിങ്ങൾ നേരിട്ട് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ പങ്കെടുത്തിട്ടില്ല. പക്ഷേ നിങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ച അല്ലെ ഈ പറഞ്ഞ MP-മാരും അതുപോലെ തന്നെ നിയമസഭയിലെ അംഗങ്ങളും ഒക്കെ ചേർന്നാണ് ആരെ തിരഞ്ഞെടുത്തത്? രാഷ്ട്രപതിയെ തിരഞ്ഞെടുത്തത്. അപ്പോൾ നിങ്ങൾ പ്രത്യക്ഷത്തിൽ അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പിൽ പങ്കാളിയായില്ലെങ്കിലും പരോക്ഷമായിട്ട് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ പങ്കാളിയായിട്ടുണ്ട്. അങ്ങനെ രാഷ്ട്രത്തിൻ്റെ ഭരണത്തലവൻ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ ആ രാജ്യത്തിനെ നമ്മളൊരു റിപ്പബ്ലിക് എന്ന് പറയും. ആ അർത്ഥത്തിലാണ് ഇന്ത്യ ഒരു റിപ്പബ്ലിക്കാണെന്ന് പറയുന്നത്. 1950 ഈ ഭരണഘടന ജനുവരി 26 ഈ ഭരണഘടന നിലവിൽ വരുമ്പോൾ ആ ഭരണഘടന പ്രകാരം ഇന്ത്യയുടെ ഭരണത്തലവൻ ആരാണ്? രാഷ്ട്രപതിയാണ്. അപ്പോൾ ആ ദിവസം ഇന്ത്യ റിപ്പബ്ലിക്കായ ദിവസം കൂടിയാണ്. അപ്പോൾ അത്രയും കാര്യങ്ങൾ അവിടെ ഓർത്ത് വയ്ക്കണം. ഇനി അന്ന് ആ ഭരണഘടന നിലവിൽ വരുമ്പോൾ ആ ഭരണഘടനയിൽ എന്തുണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ 395 വകുപ്പുകളുണ്ട്. ആ ഭരണഘടനയിൽ 395 വകുപ്പുകൾ അഥവാ ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ രൂപം കൊള്ളുന്ന സമയത്ത്, അത് നിലവിൽ വരുന്ന സമയത്ത് അതിനകത്ത് എത്ര വകുപ്പുകളുണ്ട്? 395 വകുപ്പുകളുണ്ട്. നമുക്കറിയാം ഇന്ന് 395 വകുപ്പുകളല്ല, ഏതാണ്ട് 400-ലധികം വകുപ്പുകൾ ഇന്നുണ്ട്. ഏതാണ്ട് 470ഓളം വകുപ്പുകളാണ് ഇന്ന് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിലുള്ളത്. പക്ഷേ ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് 395 വകുപ്പുകളാണ്. ഇനി നമ്മുടെ ഭരണഘടന എത്ര ഭാഗങ്ങളായി വിഭജിക്കപ്പെട്ടിരിക്കുന്നു, അതായത് എത്ര പാർട്ടുകളായി വിഭജിക്കപ്പെട്ടിരിക്കുന്നു, അല്ലെ? ഒരു പുസ്തകത്തിൽ എത്ര അധ്യായമുണ്ട് എന്ന് ചോദിക്കുന്നത് പോലെ ഇന്ത്യൻ ഭരണഘടനയിൽ എത്ര പാർട്ടുകളുണ്ട് എന്ന് ചോദിച്ചാൽ അത് നിലവിൽ വരുന്ന സമയത്ത് 22 ഭാഗങ്ങളുണ്ട്. അത് നിലവിൽ വരുന്ന സമയത്ത് 22 ഭാഗങ്ങളുണ്ട്. പക്ഷേ ഇന്ന് ഇന്ത്യൻ ഭരണഘടനയിൽ 25 ഭാഗങ്ങളുണ്ട്. അപ്പോൾ ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ 395 വകുപ്പുകളും അതുപോലെ 22 ഭാഗങ്ങളും ഉണ്ടായിരുന്നു. അതുപോലെ വേറൊരു കാര്യം കൂടിയുണ്ട്. ഒറിജിനൽ ഭരണഘടനയിൽ എത്ര പട്ടികയുണ്ടായിരുന്നു, എത്ര ഷെഡ്യൂൾ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ 8 പട്ടിക, അല്ലേ? വകുപ്പ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഉദ്ദേശിക്കുന്ന കാര്യം എന്താണ്? ഓരോരോ പോയിന്റുകളാണ്. ഇന്ത്യക്ക് ഒരു പ്രസിഡന്റ് ഉണ്ടായിരിക്കും, ഇന്ത്യക്ക് ഒരു ഉപരാഷ്ട്രപതി ഉണ്ടായിരിക്കും എന്നൊക്കെ പറയുന്ന ഓരോ പോയിന്റുകൾക്ക് നമ്പർ കൊടുക്കുന്നതാണ് വകുപ്പ്. പാർട്ട് എന്ന് പറയുന്നത് ഈ പറഞ്ഞ കണ്ടന്റിനനുസരിച്ച് തിരിച്ചിരിക്കുന്നതാണ്. ഇപ്പം മൗലികാവകാശങ്ങൾ ഒരു പ്രധാന ഭാഗമാണ്, ഒരു പ്രധാനപ്പെട്ട കണ്ടന്റാണ്. മൗലിക കടമകൾ ഒരു പ്രധാനപ്പെട്ട കണ്ടന്റാണ്. പൗരത്വം ഒരു പ്രധാനപ്പെട്ട കണ്ടന്റാണ്. ഈ പറഞ്ഞ കണ്ടന്റ് പറയുന്നതൊക്കെ ഓരോരോ പാർട്ടുകളാണ്. അങ്ങനെ 22 പാർട്ട് ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷനിലുണ്ട്. ഇപ്പോൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ എത്ര പാർട്ടുണ്ട്? 25 പാർട്ടുണ്ട്. ഇനി പാർട്ട് അല്ലെങ്കിൽ ഭാഗം എന്ന് മലയാളത്തിൽ പറയും. ഇനി അത് കഴിഞ്ഞിട്ട് എന്താണ് പറഞ്ഞത്? ഷെഡ്യൂൾ അഥവാ പട്ടിക, അല്ലെ? എന്താണ് ഷെഡ്യൂൾ അഥവാ പട്ടിക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ ഭരണഘടനയുടെ ഏതെങ്കിലും ഒരു വകുപ്പിൽ പറയുന്ന അല്ലെങ്കിൽ ഭരണഘടനയുടെ ഏതെങ്കിലും ഭാഗങ്ങളിൽ പറയുന്ന ചില കാര്യങ്ങൾ കുറച്ചുകൂടി വിശദമായിട്ട് ഭരണഘടനയുടെ വേറൊരു ഭാഗത്ത് അവതരിപ്പിച്ചിരിക്കും. ഇപ്പോൾ ഇന്ത്യയിൽ സംസ്ഥാനങ്ങളുണ്ട്, ഇന്ത്യ സംസ്ഥാനങ്ങളുടെ കൂട്ടമാണ് എന്ന് ഭരണഘടനയിൽ ഒരു വകുപ്പിൽ പറഞ്ഞിട്ടുണ്ട്. അവിടെ ആ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് എന്ന് പറഞ്ഞിട്ടില്ല. അത് വേറൊരു ഭാഗത്താണ്, ഭരണഘടനയുടെ വേറൊരു ഭാഗത്താണ് പട്ടികപ്പെടുത്തിയിരിക്കുന്നത്. അതിനെയാണ് നമ്മൾ ഷെഡ്യൂൾ എന്ന് പറയുന്നത്. അങ്ങനെ ഭരണഘടനയിൽ എത്ര ഷെഡ്യൂൾ ഉണ്ട് എന്ന് ചോദിച്ചാൽ 8 ഷെഡ്യൂൾ ഉണ്ട്. പക്ഷേ നിലവിൽ ഭരണഘടനയിൽ എത്ര ഷെഡ്യൂൾ ഉണ്ട് എന്ന് ചോദിച്ചാൽ 12 ഷെഡ്യൂൾ ഉണ്ട്, അല്ലെ? അപ്പോൾ ഭരണഘടനയിൽ എത്ര ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു? ആദ്യം 395. എത്ര പാർട്ട് ഉണ്ടായിരുന്നു ആദ്യം? അത് അന്ന് 22 പാർട്ടാണ്. അതുപോലെ ഭരണഘടനയിൽ ആദ്യം എത്ര ഷെഡ്യൂൾ ഉണ്ടായിരുന്നു? 8. ഇന്നോ അത് 12ആണ്. ഇന്ന് വകുപ്പ് എത്ര? ഇന്ന് വകുപ്പ് 470-ലധികമാണ്. ഇന്ന് ഈ പറഞ്ഞ ഏതാണ് പാർട്ട് എത്രയാണ്? പാർട്ട് ഇന്ന് 25 പാർട്ടാണ്. അപ്പോൾ അത്രയും കാര്യങ്ങൾ അവിടെ ശ്രദ്ധിച്ച് വയ്ക്കണം. ഇനി നമ്മുടെ ഭരണഘടനയുടെ രൂപീകരണത്തിനായിട്ട് ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ അംഗങ്ങൾ ഏതാണ്ട് 60ഓളം രാജ്യങ്ങളുടെ ഭരണഘടനയെ പഠിച്ചിട്ടുണ്ട്.
നമ്മുടെ ഭരണഘടനയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് 60ഓളം രാജ്യങ്ങളുടെ ഭരണഘടനയെ എന്ത് ചെയ്തിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. പക്ഷേ 10 രാജ്യങ്ങളിൽ നിന്നുള്ള ആശയങ്ങളാണ്, 10 രാജ്യങ്ങളിലെ ഭരണഘടനയിൽ നിന്നുള്ള ആശയങ്ങളാണ് നമ്മുടെ ഭരണഘടനയിലോട്ട് സ്വാംശീകരിച്ചിട്ടുള്ളത്. നമ്മുടെ ഭരണഘടനയിലോട്ട് എത്ര രാജ്യങ്ങളിൽ നിന്നുള്ള ആശയങ്ങൾ എടുത്തിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ 10 രാജ്യങ്ങളിൽ നിന്നുള്ള ആശയങ്ങളാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ചില ചോദ്യങ്ങൾ. ആമുഖം ഏത് രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്ന് കടം കൊണ്ട ആശയമാണ്? മൗലിക അവകാശങ്ങൾ ഏത് രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്ന് കടം കൊണ്ട ആശയമാണ്? മൗലിക കടമകൾ ഏത് രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്ന് കടം കൊണ്ട ആശയങ്ങളാണ്, അല്ലേ? അപ്പം അങ്ങനെ ഈ പറഞ്ഞ എത്ര രാജ്യങ്ങളിൽ നിന്നുള്ള ഭരണഘടനയിൽ നിന്നുള്ള ആശയങ്ങളാണ് ഇന്ത്യൻ ഭരണഘടന എടുത്തിട്ടുള്ളത് എന്ന് ചോദിച്ചാൽ 10 രാജ്യങ്ങളാണ്. ആ 10 രാജ്യങ്ങൾ ഏതൊക്കെ, അവിടെ നിന്ന് എന്തൊക്കെയാണ് കടം കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിക്കേണ്ടതുണ്ട്. നമുക്ക് അത് പോകെ പോകെ പഠിക്കാം. ഇനി അത് കഴിഞ്ഞിട്ട് ഭരണഘടനയുടെ രൂപീകരണത്തിനായിട്ട് എത്ര ലക്ഷം രൂപ ചെലവായി? ഭരണഘടനയുടെ രൂപീകരണത്തിനായിട്ട് എത്ര ലക്ഷം രൂപ ചെലവായി എന്ന് ചോദിച്ചാൽ 64 ലക്ഷം രൂപ ചെലവായി. ഈ ഭരണഘടനയുടെ രൂപീകരണത്തിന് വേണ്ടിയിട്ട് ചെലവായ തുക എത്രയെന്ന് ചോദിച്ചാൽ 64 ലക്ഷം രൂപയാണ്. ഇനി ഭരണഘടനാ നിർമ്മാണ സമിതിക്ക് ഔദ്യോഗികമായിട്ടൊരു സീലുണ്ട്, ഔദ്യോഗികമായിട്ടുള്ള ഒരു മുദ്ര, ഔദ്യോഗിക സീൽ. ആ സീലിനകത്ത് ഒരു മൃഗമുണ്ട്. ഏതാണ് ആ മൃഗം എന്നൊന്ന് അറിഞ്ഞു വെക്കണം. ആനയാണ്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി, ഭരണഘടനാ നിർമ്മാണ സമിതി, അതിൻ്റെ ഈ പറഞ്ഞ ഒഫീഷ്യൽ സീല്, ആ ഒഫീഷ്യൽ സീൽ എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ ഒരു ഈ പറഞ്ഞ സ്കെച്ച്, അതിനകത്ത് ഈ പറഞ്ഞ ഒരു ആനയുടെ തല അതിങ്ങനെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്തുള്ള മൃഗം ഏതെന്ന് ചോദിച്ചാൽ ആനയാണ്. ഇനി അവിടെ മനസ്സിലാക്കേണ്ട വേറൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ത്യൻ ഭരണഘടനയുടെ കൈയെഴുത്ത് പ്രതി, അല്ലേ? അപ്പോൾ ഇങ്ങനെ ഈ പറഞ്ഞ ഭരണഘടന കമ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഉണ്ടാക്കുന്ന ഓരോരോ കാര്യങ്ങളും പിന്നെ ഈ പറഞ്ഞ പേജുകളാക്കി മാറ്റിക്കൊണ്ടിരിക്കും. അപ്പോൾ അതൊക്കെ നന്നായിട്ട് ഈ പറഞ്ഞ് എന്ത് ചെയ്യണം, എഴുതി തയ്യാറാക്കി വയ്ക്കണം. അതിന് വേണ്ടിയിട്ട് ജവഹർലാൽ നെഹ്റു ഒരാളെ തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരൊന്ന് മനസ്സിലാക്കി വെക്കണം. അതായത് ഇന്ത്യൻ ഭരണഘടനയുടെ കൈയെഴുത്ത് പ്രതി തയ്യാറാക്കിയത് ആര് എന്ന് ചോദിച്ചാൽ പ്രേം ബിഹാരി നരേൻ റൈസാദ. പ്രേം ബിഹാരി നരേൻ റൈസാദ എന്ന് പറയുന്ന ആളാണ് ഇന്ത്യൻ ഭരണഘടനയുടെ തയ്യാറാക്കിയത്, കൈയെഴുത്ത് പ്രതി തയ്യാറാക്കിയത്. നല്ല കൈയക്ഷരമായിരിക്കും അല്ലേ അയാൾക്ക്, അല്ലേ? നല്ല കൈയക്ഷരമുള്ള ഒരാളെ അല്ലേ അതൊക്കെ എഴുതാനായിട്ട് ഏൽപ്പിക്കത്തുള്ളൂ. പ്രേം ബിഹാരി നരേൻ റൈസാദ. ഇനി അത് കഴിഞ്ഞിട്ട് ഒരു കാര്യം കൂടി മനസ്സിലാക്കി വെക്കണം. നമ്മുടെ ഭരണഘടനയ്ക്ക് ഒരു കവർ പേജ് ഉണ്ട്, അല്ലേ? നിങ്ങൾ ഭരണഘടനയുടെ ഈ പറഞ്ഞ ഫ്രണ്ട് പേജ് കണ്ടിട്ടുണ്ടാവും, പടങ്ങളിലെങ്കിലും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ആ ഭരണഘടനയുടെ കവർ പേജ് ഡിസൈൻ ചെയ്ത ചിത്രകാരൻ ആര് എന്നുകൂടി മനസ്സിലാക്കി വെക്കണം. അദ്ദേഹത്തിൻ്റെ പേരാണ് നന്ദലാൽ ബോസ്. ഭരണഘടനയുടെ കവർ പേജ് ഡിസൈൻ ചെയ്ത ചിത്രകാരനാണ് ആര്? നന്ദലാൽ ബോസ്. ഇന്ത്യൻ ചിത്രകലയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരമായിട്ട് പറയുന്നത് നന്ദലാൽ ബോസ് ആണ്. ഇന്ത്യൻ ചിത്രകലയുടെ പിതാവാണ് നന്ദലാൽ ബോസ്. അദ്ദേഹമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ കവർ പേജ് ഡിസൈൻ ചെയ്തത്. അപ്പോൾ ഭരണഘടനയുടെ രൂപീകരണം അല്ലെങ്കിൽ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ രൂപീകരണം എന്നുള്ള ഭാഗത്ത് അത്യാവശ്യം അറിയേണ്ട കാര്യങ്ങളെല്ലാം ഒറ്റ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാനായിട്ടാണ് ശ്രമിച്ചത്. ഇത് ഇത്രയും ശ്രമകരമായിട്ടുള്ള ഒരു ജോലിയാണ്. വീഡിയോ ഇത്രയും നീണ്ടുപോയി. പക്ഷേ തീർച്ചയായിട്ടും ഈ പറഞ്ഞ ക്ലാസ് നിങ്ങൾക്ക് പുതുതായിട്ട് പഠിക്കാൻ തുടങ്ങുന്ന ഒരാൾക്ക് ഗുണപ്പെടും എന്ന് 100% എനിക്ക് ഉറപ്പുണ്ട്. അപ്പോൾ അങ്ങനെ ഗുണപ്പെടും എന്ന് നിങ്ങൾക്ക് കൂടി തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ മടിക്കരുത്. ഇത് ഷെയർ ചെയ്യണം, നിങ്ങളുടെ കൂട്ടുകാരിലോട്ട് കൂടി എത്തിക്കണം. നിങ്ങളുടെ പ്രോത്സാഹനമൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള ക്ലാസ്സുകളൊക്കെ ചെയ്യാനുള്ള ഊർജം ഞങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് അതുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഈ ക്ലാസ് ഇവിടെ നിർത്തുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ. നന്ദി.